കേൾക്കാമോ? കേൾക്കാം. പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശ്യമനിശം ഹൃദി ഭാവയാമി. മോഹം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ഇവിടെ ഭാഗവത സത്രസമിതിയുടെ പ്രതിമാസ പ്രഭാഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ മാസത്തെ പ്രഭാഷണം ചെയ്യാൻ എന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അത് സസന്തോഷം സ്വീകരിക്കുകയും അതിനായിട്ട് എന്നെ അതിന് അനുവദിച്ച സത്രഭാരവാഹികളോടും നാരായണസ്വാമിയോടും ഒക്കെയുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഇവിടെ ഇന്നത്തെ വിഷയം കേശാദിപാദ വർണ്ണനയാണ്. അതായത് ശ്രീമദ് നാരായണീയത്തിലെ 100-ാം ദശകത്തിൽ ആ ഭഗവാനെ ഒന്ന് ധ്യാനിക്കുന്ന ആ ഒരു ദശകമാണ് കേശാദിപാദം. കേശം തൊട്ട് പാദം വരെ ഗുരുവായൂരപ്പനെ പട്ടതിരി വർണ്ണിക്കുകയാണ്. ഈ നാരായണീയത്തിന്റെയും പട്ടതിരിയെ പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്കിവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരാണ്, നാരായണീയം സ്ഥിരമായിട്ട് സാധന ചെയ്യുന്ന ആൾക്കാരുമാണ്. എങ്കിലും ഒന്ന് പറയാം, വള്ളത്തോളിന്റെ ആ 2 വരികൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാം. 1000 സുസംസ്കൃത ശ്ലോക പുഷ്പത്താൽ ഗുരുവായൂർ മന്ദിരേശന പൂജിച്ചു വഴി പോലെ ആയുരാരോഗ്യ സൗഖ്യം നേടിയ കവീന്ദ്രനാം ശ്രീയുതനാരായണ ഭട്ടപാദർ. ആ ഭട്ടപാദരുടെ മനോഹരമായ ഒരു വിശേഷണമാണ്. അതായത് ഈ നാരായണീയം രചിച്ച് 1000 സുസംസ്കൃത ശ്ലോക പുഷ്പത്താൽ, അതായത് 100 ദശകം 10 ശ്ലോകങ്ങൾ വീതി 1000 ശ്ലോകങ്ങൾ, 1000-ലധികം ഉണ്ട്. സഹസ്രോത്തരം എന്ന് അവസാനം നമ്മൾ പറയും. അതായത് 1036 ശ്ലോകങ്ങളുണ്ട്. ചില ദശകങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും 1000 സുസംസ്കൃതമാണ്. അതായത് മനോഹരമായ സംസ്കൃത ശ്ലോകത്തിൽ നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. ഗുരുവായൂരപ്പനെ ആ ശ്ലോക പുഷ്പത്താൽ, ഒരു മന്ത്ര ഉപാസനയാണ്. ഓരോ ശ്ലോകവും ഭട്ടതിരി ഗുരുവായൂരപ്പന്റെ ശ്രീലകത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് രചിച്ച് അതിലെ ഓരോ സ്തോത്രവും ഭഗവാനായിട്ട് അർച്ചിച്ചു കഴിയുമ്പോൾ ആ ഭഗവത് ദർശനം കിട്ടുകയാണ്. പൂന്താനത്തിന് ആ ദർശനം കിട്ടിയതിനെ പറ്റി വള്ളത്തോൾ തന്നെ പറയുന്നുണ്ടല്ലോ. കണ്ണ് രണ്ടുമടഞ്ഞു കവീന്ദ്രന് കണ്ണനിൽ തന്നെ ചെന്നുറച്ചു മനം, മല്ലര പിഞ്ചുകൈ കൊണ്ടു മർദ്ദിച്ച മലനേത്രന്റെ മഞ്ജുള വിഗ്രഹം നല്ലവണ്ണമതിങ്കൽ പ്രകാശിച്ചു. അതായത് ഈ ഭാഗവതം തന്നെ ഇങ്ങനെ നിരന്തരമായ ഒരു സാധനയായ ഒരു ജ്ഞാന തപസ്സായിട്ടാണ് ഭട്ടതിരി ചെയ്തത്. അതിനെല്ലാം സ്വസ്മീകരിച്ച് അവസാനം ആ ഭഗവൻ മയമായി മാറിയപ്പോൾ തന്റെ മനസ്സിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെടുകയാണ്. നേരെ തന്നെ ആ ശ്രീകോവിലിനകത്ത് കാണുന്ന ആ ഗുരുവായൂരപ്പനെ കാണുകയാണ്. അതായത് ഈ നാരായണീയം രചിക്കാനുള്ള ഒരു കാരണമുണ്ടല്ലോ. അദ്ദേഹത്തിന് വാതരോഗം വന്നു. തന്റെ ഗുരുവായിരിക്കുന്ന അച്യുത പിഷോരടിയുടെ ഇത് കർമ്മദാന വിഭാഗമുണ്ട്. അതനുസരിച്ച് അദ്ദേഹത്തിന് വന്ന ആ വാതരോഗം കവി ഭട്ടതിരി ഏറ്റുവാങ്ങിയതാണ്. പക്ഷെ ഏറ്റുവാങ്ങിയിട്ടും അദ്ദേഹത്തിന്റെ ഈ വാതരോഗം ശമിച്ചില്ല. പക്ഷെ ഗുരുവിന്റെ വാതരോഗം ശമിച്ചു. പക്ഷെ ഇത് ശമിച്ചില്ല. അതിന്റെ കാരണം നാരായണത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, സർവം ഭഗവത് പ്രേരണയൈവ ഭൂമൻ. എല്ലാം ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഭട്ടതിരിക്കും ഈ രോഗം ശമിക്കാതെ വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ നാരായണീയം കിട്ടില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ഭഗവത്ഗീത ഉണ്ടായി. അർജുനൻ വളരെ വില്ലാളി വീരനായ അർജുനന് ആ യുദ്ധരംഗത്ത് വെച്ച് ആ ഒരു മോഹഭംഗം ഉണ്ടായത് കൊണ്ടാണല്ലോ നമുക്ക് ഈ വിശോത്തരമായ ഭഗവത്ഗീത കിട്ടിയത്. അതും സർവം ഭഗവത് പ്രേരണയൈവ ഭൂമൻ. അങ്ങനെ ആ ഭട്ടതിരി അവിടെയുള്ള തന്റെ സമകാലികരായ കവികളുമായിട്ടൊക്കെ ആലോചിച്ചു എങ്ങനെയാണ് ഈ വാതരോഗത്തിന് ഒരു ശമനം ഉണ്ടാകുന്നത്. പലരും ഒക്കെ പറഞ്ഞു ഗുരുവായൂർ പോയി ഭജനം പാർത്താൽ മതി. എഴുത്തച്ഛൻ പറഞ്ഞു മത്സ്യം തൊട്ടുപോയി. ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് പ്രസിദ്ധമാണല്ലോ. അതായത് മത്സ്യാവതാരം തൊട്ട് അവിടെ പോയിരുന്ന് ഭജനം നടത്തി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് ഈ വാതരോഗം മാറ്റും. അങ്ങനെ അദ്ദേഹം സന്നാഹങ്ങളുമായിട്ട് അവിടെ പോയി ഒരു ദിവസം ഓരോ ദശകം വെച്ച് എഴുതി ഗുരുവായൂരപ്പൻ ആ മന്ത്രപുഷ്പങ്ങളായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ 99-ാമത്തെ ദശകം കഴിഞ്ഞപ്പോഴാണ്
ഭഗവാന്റെ ആ ദർശനം, അതായത് ആ മനസ്സ് വളരെ നിർമ്മലമായി ആ ഏകാന്ത ഭക്തി ഭട്ടതിരിക്ക് വന്നു. നാരായണത്തിൽ തന്നെ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ, ത്വദ്ഭക്തിസ്തു കഥാരസാമൃതശ്ശരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. അങ്ങനെ ആ സ്വയമായിട്ട് തന്നെ ആ ഏകാന്ത ഭക്തി ഈ ഭാഗവതത്തിന്റെ സാധനയിൽ കൂടി ഭട്ടതിരിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് ആ ഭഗവത് ദർശനം കിട്ടി. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കേശാദിപാദം, കേശം തൊട്ട് പാദം വരെ ഇതൊരു ധ്യാനമാണ്. നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ആ ഏകാഗ്രത ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭഗവത് സ്വരൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ രചന. നമുക്ക് ആ ശ്ലോകങ്ങളിലേക്ക് ഒന്ന് ഓടിച്ചു പോകാം. ഒരു ധ്യാനമായിട്ട് തന്നെ നമുക്കത് കൊണ്ടുപോകാം. ഒരു മണിക്കൂറുണ്ടല്ലോ, ആ ഒരു മണിക്കൂർ കൊണ്ട് ഈ ദശകം നമുക്ക് തീർക്കാം. അഗ്രേ പശ്യാമി തേജോ നിബിഡതര കളായാവലീ ലോഭനീയം. ഭട്ടതിരി പറയാണ്, അഗ്രേ പശ്യാമി, ഞാൻ എന്റെ മുമ്പിൽ കാണുകയാണ് ആ ഭഗവത് സ്വരൂപം. അഗ്രേ, മുമ്പിൽ, പശ്യാമി, ഞാൻ കാണുന്നു. എന്താണ് ആദ്യം കണ്ടത്? ഒരു തേജസ്സാണ്, ഒരു പ്രകാശം, തേജസ്. അതെങ്ങനെയുള്ളതാണ്? നിബിഡതര കളായാവലീ ലോഭനീയം. ലോഭനീയമാണ്, കൊതി തോന്നിക്കുന്നതാണ്. ലോഭം കൊതിയാണല്ലോ, ആരെയും മോഹത്തിൽപ്പെടുത്തുന്ന ആ രൂപം. അതെങ്ങനെയുള്ളതാണ്? നിബിഡതര കളായാവലി. കളായം എന്ന് പറയുന്നത് കായാമ്പൂ. കായാമ്പൂവിന്റെ ഇങ്ങനെ നിറഞ്ഞ് കായാമ്പൂക്കൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീലപ്രകാശം ഉണ്ടല്ലോ, ആ തേജസ്സാണ് ആദ്യം ഭട്ടതിരിക്ക് തന്റെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നത്. അതാണ് തേജോ നിബിഡതര കളായാവലി ലോഭനീയം. നമ്മുടെ മനസ്സും ആ ദിവ്യ പ്രകാശത്തിലേക്ക് പോകണം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം പീയൂഷാപ്ലാവിതോഹം, ആപ്ലാവിതനായി. പീയൂഷം എന്ന് വെച്ചാൽ അമൃതധാരയിൽ മുങ്ങിക്കുളിച്ചവനായി മാറി ഈ തേജസ് കണ്ടപ്പോൾ തന്നെ ഭട്ടതിരി. അതാണ് അപ്ലാവിതോഹം. അത് കഴിഞ്ഞിട്ട് തതനു തതുതരേ ദിവ്യ കൈശോരവേഷം. ആ തേജസ്സിന്റെ നടുക്കിലായിട്ട് ഒരു കിശോരന്റെ രൂപ, ഭഗവാന്റെ ഒരു ബാലഭാവത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്, ഒരു അവ്യക്തമായ രൂപത്തിൽ. അതാണ് തതനു. അതിനുശേഷം തതുദരേ, ആ ദിവ്യ പ്രകാശത്തിന്റെ മധ്യത്തിലായിട്ട് ഒരു ദിവ്യ കൈശോര വേഷം, ഒരു ദിവ്യമായ കിശോരന്റെ വേഷം, രൂപം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആ ധ്യാനത്തിന്റെ ഏകാഗ്രതയാണ്. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ധ്യാനത്തിന്റെ ആ ഒരു പരമ കാഷ്ടയിൽ ആ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. ഇതെങ്ങനെയാണ്? താരുണ്യാരംഭരമ്യം. ആ തരുണാവസ്ഥയിലേക്ക് കയറുമ്പോഴുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ, ബാല്യം കഴിഞ്ഞിട്ട് ആ യൗവനാവസ്ഥയിലേക്ക് കയറുമ്പോൾ നവീയതാരുണ്യമെന്തിയൊരു നിന്നില കാണണം താൻ എന്ന് പറഞ്ഞാൽ പറയുന്നില്ല. ആ നവീയതാരുണ്യത്തിലേക്ക് കയറുന്ന ആ ഒരു രൂപമാണ് ഭട്ടതിരി ആദ്യം കാണുന്നത്. അതെങ്ങനെയുള്ളത്? പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗീരാവീതം നാരദാദ്യൈ. ഒറ്റ രൂപമല്ല, പതുക്കെ പതുക്കെ അത് തെളിഞ്ഞിങ്ങനെ വരികയാണ്. നാരദൻ മുതലായ, നാരദനാണല്ലോ ഏറ്റവും ഭക്തി, ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തൻ നാരദനാണ്. ആ നാരദനെ ആ രൂപത്തിന് മുമ്പിൽ കാണുക. നാരദാദ്യൈ, നാരദൻ മുതലായ ഭക്തി ശ്രേഷ്ഠന്മാരോടൊത്ത് ആ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. അത് അവരെങ്ങനെയാണ് ഇരിക്കുന്നത്? പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈർ. ഭട്ടതിരി പീയൂഷത്തിൽ മുങ്ങിയതുപോലെ അവരും രോമാഞ്ച കഞ്ചുകരായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പരമസുഖരസം. ആ പരമസുഖം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദമാണ്, സച്ചിദാനന്ദ രൂപത്തിലാണ് ഈ കൂടെ ഇരിക്കുന്ന ബ്രഹ്മർഷികളായ നാരദനൊക്കെ ഇരിക്കുന്നത്. അതാണ് പരമസുഖരസാസ്വാദ. ആ പരമസുഖരസം ആസ്വദിച്ച് രോമാഞ്ചമണിഞ്ഞവരായിട്ടുള്ള നാരദാദ്യൈർ വിലസതുപനിഷസുന്ദരീ മണ്ഡലൈശ്ച. കൂടെ ആ ബ്രഹ്മർഷികളോടൊപ്പം തന്നെ ഉപനിഷത് സുന്ദരികളുണ്ട്. ഉപനിഷത്ത് എന്ന് പറയുന്നത് അടുത്ത്, ഉപനിഷത്ത് എന്ന് വെച്ചാൽ അടുത്ത് നിൽക്കുന്ന സുന്ദരിമാരെന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അല്ലെങ്കിൽ ഉപനിഷത്തുകളാകുന്ന സുന്ദരിമാർ. അവരാണല്ലോ ഗോപശ്രീകളായിട്ട് വൃന്ദാവനത്തിൽ ഭഗവാനുമായിട്ട് രാസലീലയും ഒക്കെ ആടിയത്. ഏറ്റവും ഭക്തരായിട്ടുള്ള ആൾക്കാരാൽ പരിവീതം ചുറ്റപ്പെട്ടാണ് ഈ രൂപം ഭട്ടതിരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിന്റെ ആ ക്രമം ഉണ്ടല്ലോ, ആദ്യമായി ആ കായാമ്പൂ വർണ്ണത്തിന്റെ ഒരു നീലപ്രകാശം, അതിന്റെ മധ്യത്തിലായിട്ട് ഒരു കിശോരവേഷം, ആ കിശോരവേഷം താരുണ്യാവസ്ഥയിലേക്ക് മാറുകയും അതിനു ചുറ്റും നാരദൻ മുതലായിട്ടുള്ള
ഭക്തിശ്രേഷ്ഠന്മാരും ഉപനിഷസുന്ദരികളായ ഗോപസ്ത്രീകളുമൊക്കെ ഒത്ത് ആ രൂപം ഭട്ടതിരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് അഗ്രേ പശ്യാമി തേജോ നിബിഡതര കളായാവലീ ലോഭനീയം. ലോഭനീയം, ആരെയും മോഹിപ്പിക്കുന്നതാണ് ആ രൂപം ഭഗവാന്റെ അല്ലേ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം എന്നൊക്കെ നേരത്തെ തന്നെ ഭട്ടതിരി എന്ന് പറയുന്നില്ലേ. ആ ഭഗവത് സ്വരൂപത്തെക്കായും മനോഹരമായിട്ട് ഇവിടെ എന്താണ് ഉള്ളത്? അത് താരുണ്യാരംഭരമ്യവും കൂടെ ആയിക്കഴിഞ്ഞാൽ ഏതൊന്നും ഒരു യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, ആ താരുണ്യാരംഭരമ്യം രമിപ്പിക്കുന്നതാണ്, എല്ലാവരെയും സുഖിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ നാരദൻ മുതലായിട്ടുള്ളവരെല്ലാം പരമസുഖരസാസ്വാദ രോമാഞ്ചിതരായി മാറിയത്. ആ പരമരസം ആസ്വദിച്ച് അവര് രോമാഞ്ചകഞ്ചുകിതരായിട്ട് അത് നോക്കി നിൽക്കുന്ന ആ ഭാവമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. ഇനിയാണ് നമ്മുടെ കേശാദിപാദം വ്യക്തമാവുകയാണ് ഭഗവാന്റെ രൂപം. അതെങ്ങനെയാണ്? കേശം മുടി തൊട്ടിങ്ങോട്ട് താഴോട്ട് വരും. നീലാഭം, മുടിയുടെ ആ വന്ദനയാണ് നീലാഭം. നീലം എന്ന് പറയുന്നത് കറുത്ത നിറം, നല്ല കറുത്ത ആഭം ശോഭിച്ചിരിക്കുന്ന ആ മുടി നീലാഭം. പക്ഷെ അതിന്റെ അറ്റത്തെന്താണ്? കുഞ്ചിതാഗ്രം, അഗ്രം അറ്റം ഒന്ന് വളഞ്ഞ്, ഘനം നല്ല ഇടതിങ്ങി, അമലതരം പരിശുദ്ധമാണ്, ഒരു മാലിന്യങ്ങളും അതിനകത്തില്ല. അതാണ് അമലതരം. സംയതം ചാരുഭംഗ്യ, വളരെ ഭംഗിയോടുകൂടി സംയതം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഭഗവാന്റെ രൂപം അല്ലെ. ആ മുടി വെറുതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ടേക്കല്ലോ, അതുപോലെയാണ് സംയതം ചാരുഭംഗ്യ. അത് മാത്രമല്ല അത് അലങ്കാര സമന്വിതമാണ്. രത്നോത്വംസാഭിരാമം, ഉത്തംസം എന്ന് വെച്ചാൽ ശിരോലങ്കാരം, അതിനകത്തൊക്കെ നല്ല വിലയേറിയ രത്നങ്ങളൊക്കെ സർവാഭരണ വിഭൂഷിതനായിട്ടൊക്കെയാണ് ഭട്ടതിരി ഗുരുവായൂരപ്പനെ കാണുന്നത്. അതാണ് രത്നോത്വംസാഭിരാമം, ആ രത്നം പതിച്ച ശിരോലങ്കാരങ്ങൾ കൊണ്ട് അഭിരാമമായിരിക്കുന്ന. ഇതെല്ലാം നമ്മളെ മനസ്സിലോട്ട് ധ്യാനിക്കാൻ വേണ്ടി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. രത്നോത്വംസാഭിരാമം വലയിതമുദയ ചന്ദ്രകൈ പിഞ്ചജാലൈ. പിഞ്ചജാലം എന്ന് പറഞ്ഞാൽ മയിൽപ്പീലി. ഭഗവാൻ എപ്പോഴും മയിൽപ്പീലി കിട്ടുമല്ലോ, ആ മയിൽപ്പീലി. അതിന് ഉദയചന്ദ്രകം ഉണ്ട്, നല്ല മയിൽപ്പീലിയാണ്, ആ കണ്ണുള്ള മയിൽപ്പീലി, അതാണ് ചന്ദ്രകം. മയിൽപ്പീലിയുടെ കണ്ണിനാണ് ചന്ദ്രകം എന്ന് പറയുന്നത്. അതിങ്ങനെ ഉദയം ഭംഗിയായിട്ട് തെളിഞ്ഞിരിക്കുന്ന ഉദയചന്ദ്രകൈർ പിഞ്ചജാലൈ. അത് നമുക്ക് ധ്യാനിക്കാം. മുടിയിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന മുടിയും അതിനകത്ത് ഇങ്ങനെ മയിൽപ്പീലികളെല്ലാം ചുറ്റി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. മന്ദാരശ്രണ്ണിവേദം, മന്ദാരം കൽപ്പവൃക്ഷത്തിന്റെ പൂ കൊണ്ടുണ്ടാക്കിയ മാല കൊണ്ടൊക്കെ ചുറ്റി വെച്ചിരിക്കുകയാണ് മന്ദാരം. മന്ദാരശ്രഗ് എന്ന് വെച്ചാൽ മാല. ആ കൽപ്പവൃക്ഷത്തിന്റെ പൂ കൊണ്ടുള്ള മാല കൊണ്ടൊക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ആ മുഖം. തവ പൃഥു കബരീഭാരം, മുഖമല്ല തവ കബരീഭാരം. കബരി എന്ന് പറഞ്ഞാൽ മുടി, ആ മുടി ഭാരമാണ്, ആ മുടി കെട്ട്. തവ കബരീഭാരം ആലോകയേകം, അഹം ആലോകയാ, ഞാൻ കാണുന്നു. ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടുവരികയാണ് ഭഗവാന്റെ ആ മുടി. കേശം ആദ്യം കണ്ടു, അത് കഴിഞ്ഞിട്ട് സ്നിഗ്ധശ്വേതോർത്ഥ പുണ്ട്രാം, സ്നിഗ്ധം നല്ല മിനുപ്പുള്ള ഊർദ്ധപുണ്ട്രം ഗോപിക്കുറി. നല്ല ഭഗവാന്റെ ആ ഗുരുവായൂരപ്പന്റെ രൂപം നമുക്കറിയാമല്ലോ, ആ വൈഷ്ണവ ചിഹ്നം ഗോപിക്കുറിയൊക്കെ അങ്ങോട്ട് ഇട്ട് ഊർദ്ധപുണ്ട്രം, പുണ്ട്രം എന്ന് വെച്ചാൽ കുറി, ഗോപിക്കുറിയും. സുലളിതാം ബാലേന്ദുവീഥിം, കുറി എവിടാണ് അണിഞ്ഞിരിക്കുന്നത്? ബാലേന്ദുവീഥി, ആ നെറ്റിത്തടം. ബാലൻ അതായത് പൂർണ്ണചന്ദ്രൻ അല്ലല്ലോ, പഞ്ചമി ചന്ദ്രൻ, അല്ലെങ്കിൽ നമ്മൾ സഹസ്രനാമത്തിൽ പറയുന്ന കണക്ക് അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളീന അങ്ങനെ ഉണ്ടല്ലോ. 18-ാം നാളിൽ ഉണ്ടാകുന്ന ആ ചന്ദ്രന്റെ ക്ഷേത്രത്തിലുള്ള ആ നെറ്റിത്തടത്തിന്റെ ഭംഗിയൊക്കെ പറയുന്നേ ഉള്ളൂ. അതാണ് പറയുന്നത്. സ്നിഗ്ധോ മന്ദാരശ്രംനിവേദം തവ പൃഥുകബരീഭാരമാലോകയേഹം. സ്നിഗ്ധം, സ്നിഗ്ധം എന്ന് വെച്ചാൽ മിനുപ്പ്, മിനുത്ത. ശ്വേതം വെളുത്ത പുണ്ട്രം, അത് പുണ്ട്രത്തിന്റെ വ്യത്യാസമാണ്. നല്ല മിനുപ്പുള്ള നല്ല വെളുത്ത ഗോപിക്കുറിയും. പിന്നെ സുലളിതാം ഭംഗിയുള്ള ബാലബാലേന്ദുവീഥിയും. എവിടം വരെയായി? അതായത് മുടി കഴിഞ്ഞു, ആ നെറ്റിത്തടം കഴിഞ്ഞു, അതിലിട്ടിരിക്കുന്ന ആ ഗോപിക്കുറിയും എല്ലാം വന്നു. ഇനിയാണ് ഭഗവാന്റെ മനോഹരമായ നയനത്തിന്റെ വർണ്ണന. കേശാദിപാദം ഇങ്ങനെ താഴം പാദം വരെ വരും. അടുത്ത ശ്ലോകം അതാണ്. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃഗരീചഞ്ചലഭ്രൂവിലാസൈ. ആ നെറ്റിയിൽ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോ ഭഗവാന്റെ ഭ്രൂവിലാസം ഉണ്ടല്ലോ, ആ പുരിയക്കൊടികളുടെ ആ വിലാസം അത് ചഞ്ചലമാണ്. എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചഞ്ചല ഭ്രൂവിലാസൈർ. അത്
എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണാനുകമ്പാർണവ മൃദുലകരീ ചഞ്ചലം. അതായത് അനുകമ്പ, കാരുണ്യ സമുദ്രം, അതിൽ നിന്നുണ്ടാകുന്ന തിരയിളക്കമുണ്ടല്ലോ, അതുപോലെയാണ് ഭഗവാന്റെ ഈ പുരിയക്കൊടികളുടെ ചലനം. അതായത് ഒരു കാരുണ്യ അമൃത ഘനാമൃതാബ്ദി എന്നൊക്കെ പറയത്തില്ലേ, ആനന്ദ സമുദ്രം, അതിലുണ്ടാകുന്ന ചെറിയ തിരയടിയാണ്. ഇവിടെ അനുകമ്പയാണ്. ഭഗവാൻ കരുണാസിന്ധു അല്ലേ, എല്ലാവരുടെയും കാരുണ്യം വർഷിക്കാനാണ് ഭഗവാന്റെ ഈ പുരിയക്കൊടികളൊക്കെ ചെറുതായിട്ടൊക്കെ ചലിക്കുന്നതേ. എന്ന് മനോഹരമായ വർണ്ണന നോക്കി ആ പുരിയത്തിന്റെ, അതായത് പൂർണ്ണ അനുകമ്പാർണവ മൃദുല, അർണവ എന്ന് വെച്ചാൽ സമുദ്രം, അർണവ ലഹരി ചഞ്ചലദ്ഭ്രൂവിലാസൈ. അതിന് ചെറിയ അനക്കമുണ്ട്, വെറുതെ നിർജീവമായിട്ടിരിക്കുന്ന പുരിയക്കൊടിയല്ല. പുരിയക്കൊടിയുടെ ചലനം കൊണ്ടാണ് ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കുന്നതേ. എന്നാലും അത് ആ ലോകത്തിനോടുള്ള, അല്ലെങ്കിൽ തന്റെ ഭക്തരോടുള്ള അനുകമ്പ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. ആ അനുകമ്പാ സമുദ്രത്തിൽ നിന്നുണ്ടാകുന്ന ചെറിയ തിരയ്ക്ക് തുല്യം, ആ തിര ഇളവുമല്ലോ, അതിന് തുല്യമാണ് ഗുരുവായൂരപ്പന്റെ പുരിയക്കൊടി. പിന്നെന്താണ്? ആനീല സ്നിഗ്ധ ഭസ്മാവലി. അത് കഴിഞ്ഞിട്ട് പീലി ഉണ്ടല്ലോ, ഭസ്മം, അത് എന്താണ്? അനീല സ്നിഗ്ധം, നല്ല മിനുത്ത, നല്ല ഭംഗിയുള്ള ആ പീലി, കണ്ണ് പിന്നിന്റെ പീലി, പരിലസിതം, അങ്ങനെ ശോഭിക്കുന്നതാണ്. അന്നേരം കണ്ണിന്റെ ഓരോന്നും വന്നു, പുരിയം വന്നു, ഇനി ആ പീലിയുടെ വർണ്ണന വന്നു. നേത്രയുഗ്മം വിഭോതേ തേ, നേത്രയുഗ്മം, അങ്ങയുടെ ആ രണ്ട് കണ്ണുകൾ, അതാണ് ഏറ്റവും മനോഹരം. ആ കണ്ണിന്റെ ഒരു നമ്മളെല്ലാം ഭഗവാന്റെ ദർശനമാണല്ലോ കൊതിക്കുന്നത്. അതൊന്ന് നമ്മളിൽ പതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് പ്രശ്നം? അത് തന്നെയാണ് ഭട്ടതിരി പറയുന്നത്. സാന്ദ്രഛായം, ആ കണ്ണിന്റെ ഭംഗി, ഛായം എന്ന് വെച്ചാൽ ഭംഗി, ആ സാന്ദ്രം, അതോ ആ തിങ്ങിയ ആ ഭംഗിയുള്ള വിശാലാരുണ കമല ദളാകാരം. ചെന്താമര കണ്ണൻ എന്നൊക്കെ നമ്മൾ ഭഗവാനെ വിളിക്കില്ലേ, അരുണ കമലം, അതായത് ചുമന്ന ആ ചെന്താമരയുടെ ഇതള് പോലെ ഇരിക്കുന്ന മനോഹരമായ കണ്ണ്. അതാണ് വിശാലം, വലിയതാണല്ലോ കണ്ണ്, ചെറുതാവുന്നതല്ല ലക്ഷണം, വലിയ കണ്ണുകൾ വേണമല്ലോ. അതാണ് വിശാലാരുണ കമല ദളാകാരം, രൂപം. ആമുക്തതാരം എല്ലാം വരുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് കാണുന്ന ആ കൃഷ്ണമണിയാണ് താരം. താരം കൃഷ്ണമണി, ആമുക്തം, എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ കൃഷ്ണമണിയും ഞാൻ കാണുന്നു. ഭട്ടതിരിയുടെ മുമ്പിൽ ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരികയാണ്. അതാണ് ഹൃദ്യം. അതുകൊണ്ട് വളരെയധികം ഹൃദ്യം, മനോഹരമെന്നാണ് ഹൃദ്യം. അങ്ങനെ മനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ കണ്ണുകൾ, അതാണ് ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവലഹരീ ചഞ്ചലഭ്രൂവിലാസൈ ആനീല സ്നിഗ്ധ ഭസ്മാവലി പരിലസിതം. പാടുണ്ടല്ലോ അല്ലെ. പരിലസിതം നേത്രയുഗ്മം വിഭോതേ, അങ്ങയുടെ നേത്രയുഗ്മം. സാന്ദ്രഛായം വിശാലാരുണ കമലദളാകാരം അമുക്തതാരം കാരുണ്യാലോക ലീലാശിശിരിത ഭുവനം. അതാണ് ഭഗവാന്റെ ആ കണ്ണിൽ നിന്ന് വരുന്ന ആ നോട്ടമുണ്ടല്ലോ, ആലോകം, അത് ശിശിരിത ഭുവനം, ഈ ലോകത്തെ മൊത്തം കുളിർപ്പിക്കുന്നതാണ്. അതായത് സംസാര ദുഃഖങ്ങളെ, നമ്മുടെ 3 തരം ദുഃഖം ഉണ്ടല്ലോ, താപത്രയം, അതിനെ എല്ലാം ആധ്യാത്മിക, ആദിഭൗതികം, ആദിദൈവികം, ഇങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ആ നോട്ടം. ഈ കണ്ണിൽ നിന്ന് വരുന്ന നമ്മളെ ആ ഭക്തനെ ഒന്ന് നോക്കുമല്ലോ ഭഗവാൻ. നമ്മുടെ ഗുരുവായൂരപ്പനെയൊക്കെ പോയി തൊഴുമ്പോ ഭഗവാൻ നമ്മളെ നോക്കുന്നതാണല്ലോ നമ്മൾ നോക്കുന്നത്. ആ നോട്ടം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ക്ഷിപ്യതാം മയ്യനാഥേ, അതെന്നിലൊന്ന് പതിക്കണമേ. ഇതെല്ലാ ഭക്തരുടെയും ആഗ്രഹമാണ്. ഗുരുവായൂരപ്പന്റെ ആ നോട്ടം, ക്ഷിപ്യതാം, എന്നിലൊന്ന് പതിക്കണമേ. അനാഥേ, അതാണ് വേറെ ഒരു ഗതി ഇല്ലാത്തവരെ ഭഗവാൻ നോക്കൂ, ബാക്കി എന്തെങ്കിലും ഗതി ഉണ്ടെന്ന് നോക്കിയാൽ അതാണ് അനന്യാ ചിന്തയന്തോ മാമേജനാ പരിപാസത എന്ന് ഗീത പറയുന്നത്. മറ്റ് ആശ്രയം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ജീവിക്കുന്നവരെ ഭഗവാൻ അങ്ങനൊന്നും നോക്കില്ല അല്ലേ. നമേ ദേഷ്യോസ്തേൻ അപ്രിയ, ഭഗവാൻ ആരോടെയും ദേഷ്യമില്ല പ്രിയവുമില്ല. പക്ഷെ ഏ ഭജന്തിതു മാം ഭക്തിയ മഹിതേ തേഷു ചാപ്യഹം, ഞാൻ അവരിലുണ്ട് അവരെന്നിലുമുണ്ട്. അതാണ് ഭക്തി ഉള്ള, അതാണ് നമേ ഭക്ത പ്രണശ്യതി എന്നൊക്കെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നതേ. എന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശം ഉണ്ടാകില്ല. അതുകൊണ്ട് ആ ഭക്തന്മാരെ ഭഗവാൻ ഇങ്ങനെ കരുണയോടുകൂടി നോക്കുമ്പോൾ അവരുടെ എല്ലാവിധമായ ദുഃഖങ്ങളും ഇല്ലാതാകും. അതാണ് ഇവിടെ പറയുന്ന ആ കണ്ണിന്റെ പ്രത്യേകത. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസൈ ആനീല സ്നിഗ്ധ ഭസ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ.
നേത്രയുഗ്മം, 2 കണ്ണുകൾ, അതാണ് യുഗ്മം. ഇപ്പോ നേത്രയുഗ്മം. കാരുണ്യാലോകലീലാശിശിരിത ഭുവനം, ഈ തപ്തമായിരിക്കുന്ന ദുഃഖ സമ്പൂർണമായിരിക്കുന്ന ഈ ലോകത്തെ കുളിർപ്പിക്കുന്ന, അതാണ് ശിശിരിത ഭുവനം. ആ നോട്ടം ഈ അനാഥനായ എന്നിലേക്ക് പതിക്കണമേ ഭഗവാനെ, അതാണ് അനാഥനായിരിക്കുന്ന എന്നിലേക്ക് പതിക്കണമേ എന്ന് പറയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഭഗവാൻ താഴോട്ട് ഭഗവാന്റെ വരികയാണ്. മുഖം വെച്ചാൽ കണ്ണ് കഴിഞ്ഞിട്ടുള്ള മൂക്ക്, വായെല്ലാം കൂടെ ചേർത്തുള്ളതാണ് ഇനി അടുത്ത 4ാമത്തെ ശ്ലോകം. തുംഗോല്ലാസിനാസം, ഭഗവാന്റെ നാസം അത് ഉത്തുംഗമാണെന്ന്, ഉയർന്നിരിക്കുകയാണ്. അതാണ് പതിഞ്ഞ മൂക്കൊന്നും അല്ല. ഭഗവാന്റെ മൂക്കെന്ന് പറയുന്നത് മാതൃകാ മൂക്കാണ്. ഉള്ളൂരൊക്കെ പറയുന്ന കണക്ക് സുന്ദരിമാരുടെ മൂക്ക് പറയുമ്പോൾ പറയുമല്ലോ, കൊത്താൻ വരുന്ന ചുടി തന്നുട കൊക്കുപോലെ നൽത്താമരാക്ഷിയുടെ നാസികമാരുള്ളത്. അതുപോലെ ആ ഒരു ഉയർന്ന മൂക്കാണ് ഭഗവാനുള്ളതെന്ന് പറയാണ്. അതാണ് ഉത്തുംഗോല്ലാസിനാസം, ഉയർന്ന് ഉല്ലസിക്കുന്ന, ശോഭിക്കുന്ന ആ നാസിക. പിന്നെന്താണ്? ഹരിമണി മുകുര പ്രോല്ലസ ഗണ്ഡവാളി, ഹരിമണിമുകുരം. ഹരിമണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലം, ഇന്ദ്രനീലക്കല്ലുപോലെ ശോഭിക്കുന്ന ഗണ്ഡവാളി. ഗണ്ഡവാളി എന്ന് വെച്ചാൽ കവിള്. ഭഗവാന്റെ മൂക്ക് കഴിഞ്ഞു, പിന്നെ 2 കവിളുണ്ടല്ലോ, അതാണ് ഗണ്ഡവാളി. അതിനകത്ത് എന്താ ചെയ്യുന്നു? വ്യാലോല കർണവാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം. അതാണ് എന്റെ ഭംഗി. ഭഗവാന്റെ കർണവാശം ഉണ്ടല്ലോ, കർണവാശം എന്ന് വെച്ചാൽ ചെവി. ആ ചെവിയിൽ ഇങ്ങനെ ആ ഉണ്ടല്ലോ മകരകുണ്ടലം, അതിങ്ങനെ താഴോട്ട് വരുമ്പോൾ അത് ഇവിടെ കണ്ണാടി പോലെ ഇരിക്കുന്ന ഇന്ദ്രനീലക്കല്ല് അതിൽ പ്രതിബിംബിക്കും. അതിന്റെ ഭംഗിയാണ് പറയുന്നത്. ആ ഒരു ഭാവന നമ്മൾക്ക് ആലോചിക്കാവുന്ന എടുക്കാം. അതാണ് വ്യാലോലത്. അത് ആടുമല്ലോ കുണ്ടലം, അതിങ്ങനെ ആ കവിളിലാടുന്നു. അല്ല കുണ്ടലാടുന്നെന്ന് പറയുമ്പോൾ അത്ര ഭംഗിയില്ല. ആ ഇന്ദ്രനീലക്കല്ല് കൊണ്ടുണ്ടാക്കിയ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ആ കർണയുഗ്മങ്ങൾ, അതാണ് വ്യാലോല കർണവാശാഞ്ചിത മകരമണി. മത്സ്യത്തിന്റെ ഒരു ഷേപ്പാണ് ആ പറഞ്ഞ ആ കർണകുണ്ടലങ്ങൾക്ക് ഭഗവാന്റെ. അതിങ്ങനെ കവിളിൽ ആടുന്നു. അതാണ് വ്യാലോല കർണവാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വം എന്ന് വെച്ചാൽ 2 കുണ്ടലം, അത് ദീപ്രം, പ്രകാശിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ധ്യാനിക്കാം അല്ലെ? ഭഗവാന്റെ ആ കുണ്ടലം ഭഗവാന്റെ കവിളിൽ ഇങ്ങനെ പ്രതിബിംബിക്കുന്നതായിട്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഉന്മീലദ്വന്ദ്വപംക്തി, ഭഗവാന്റെ പല്ലുകളുണ്ടല്ലോ, ആ പല്ലുകള് ഇങ്ങനെ ഉന്മീലം, പുറത്ത് ചെറുതായിട്ട് കാണാം. ഉന്മീലദ്വന്ദ്വപംക്തി സ്ഫുരത് അരുണതരച്ഛായ ബിംബാതരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരതരം. അങ്ങനെയാണത് വരുന്നത്. ആ ചിരി ഭഗവാന്റെ ചുണ്ടും കൂടെ പറയാണ്. അത് ബിംബം, അതായത് ബിംബാതരം, അത് നല്ല ചുമന്ന ആ പഴം ഉണ്ടല്ലോ, അതിന്റെ ഷേപ്പ്, അതിന്റെ ആ ഒരു ഭംഗിയാണ് ഭഗവാന്റെ ചുണ്ടിന്. അതിൽ കൂടെ ഇങ്ങനെ മന്ദഹാസം വരികയാണ്. പല്ലിന്റെ ആ ഒരു ശോഭ ആ ചുണ്ടിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നതാണ് ഇവിടെ പറയുന്നത്. പ്രീതി പ്രസ്യന്തി, അവിടെയും കരുണ, എല്ലാ ഭക്തന്മാരുടെയും പ്രീതിയോടുകൂടിയാണ്. ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ പുഞ്ചിരി വളരെ പ്രസിദ്ധമല്ലേ? ഏത് പടം നമ്മൾ നോക്കിയാലും ആ മുഖത്ത് ആ പുഞ്ചിരി കാണും. അതാണ് പ്രീതി പ്രസ്യന്തി, ആ പ്രീതി കൊണ്ട് ഒഴുകുന്ന മന്ദസ്മിതം, ആ പുഞ്ചിരി, അത് മധുരതരം. അങ്ങനെയുള്ള മധുരതരമായ വക്രം ഉദ്ദാസദാമേ, എനിക്ക് തെളിഞ്ഞു പ്രകാശിക്കണമേ. ഭഗവാന്റെ മുഖം വരെയായി അല്ലേ? ആ കേശം തൊട്ട് മുഖം വരെ എല്ലാ അവയവങ്ങളും വന്നു. ഇവിടെ തല മൊത്തം വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ ശ്ലോകമാണ്. കൈ. ബാഹുദ്വന്ദ്വേന, 2 കൈകളുണ്ട്, ബാഹുക്കൾ. ബാഹുദ്വന്ദ്വേന, അതിലെന്ത് ചെയ്തിരിക്കുന്നു? രത്നോജ്വല വലയഭൃത, ഉജ്ജ്വലങ്ങളായ രത്നം വളകളിട്ടുണ്ട് ഭഗവാൻ ബാഹു 2 കൈ തണ്ടകളിലും. അതാണ് പറയുന്നത്. ബാഹുദ്വന്ദ്വേന രത്നോജ്വല വലയഭൃത ശോണവാണി പ്രവാളേനോപാത്താം വേണുനാളീം. പിന്നെ പാണി, കൈത്തലം, ആ ബാഹുക്കളുടെ അറ്റത്തുള്ള ആ പാണി ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ശോണപാണി. ശോണം എന്ന് വെച്ചാൽ ചുമന്ന, നല്ല തുടുപ്പുള്ള ആ പാണി ഭഗവാന്റെ. അത് പ്രവാളം, തളിരുപോലെ ഇരിക്കുകയാണ്. അതിന്റെ ആ ഒരു മൃദുത്വവും എല്ലാം കൂടെ ചേർത്ത് പറയാണ്. ശോണപാണി പ്രവാളേന ഉപാത്താം, അതായത് അത് വെച്ച് പിടിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ഓടക്കുഴൽ പറയുകയാണേ, ആ കൈത്തലം കൊണ്ട് പിടിച്ചിരിക്കുന്ന, അതായത് ബാഹുദണ്ഡങ്ങളെ കൊണ്ട് പിടിച്ചിരിക്കുന്ന ആ വേണുനാളിയും, ഉപാത്താം വേണുനാളിയും. വേണുനാളി വെച്ചാൽ ഓടക്കുഴൽ.
പ്രസൃത നഖമയൂഗാംഗുലീ സംഘശാരം. ഓടക്കുഴൽ എങ്ങനെ ഇരിക്കുകയാണ് ഭഗവാന്റെ ഇനി ഇത് പറയണ്ടേ? പ്രസൃത നഖമയൂഖാംഗുലി, വിരലുകളിലുള്ള നഖം ഉണ്ടല്ലോ, മയൂഖം എന്ന് വെച്ചാൽ രശ്മി. ആ രശ്മി ഈ ഓടക്കുഴലിൽ പതിച്ചിട്ട് അതിന്റെ ചേർന്ന സംഘം കൊണ്ട് ശാരാം നിറം മാറ്റം വന്നിരിക്കുകയാണ്. അതായത് നാടകത്തിൽ നിന്ന് വരുന്ന ആ ശോഭയുടെ എല്ലാം കൂടെ ഒരു ഭംഗി ഇവിടെ പറയാൻ പോണം. ഓടക്കുഴലിനെ പോലും ആ നിറം മാറ്റുന്ന രീതിയിൽ ഭഗവാന്റെ ആ കൈനഖങ്ങളിൽ നിന്ന് വരുന്ന ആ രശ്മികൾ അതിലെല്ലാം വ്യാപിച്ച് നല്ലൊരു ഭംഗി പ്രദാനം ചെയ്യുന്നു. അങ്ങനെയുണ്ട് ആ ഓടക്കുഴലും വിളിച്ച് ഭഗവാൻ നിൽക്കുന്ന ആ പുഞ്ചിരിയോടുകൂടിയുള്ള ആ നിപ്പ്, അതാണ് ഇവിടെ പറയുന്നത്. ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണി പ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃത നഖമയൂഖാംഗുലീ സംഘശാരം. അങ്ങനെ ആ വിരലെല്ലാം പിടിക്കല്ലേ ഓടക്കുഴല്, അതുകൊണ്ട് ആ നഖങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് അതിന് ശാരാം നിറം മാറ്റം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃത്വാ വക്രാരവിന്ദേ, ആ ഓടക്കുഴല് ഭഗവാൻ തന്റെ അരവിന്ദം താമര പോലെ ഇരിക്കുന്ന ആ വായുണ്ടല്ലോ അതിലോട്ട് പിടിച്ചിരിക്കുകയാണ്. അതാണ് കൃത്വാ വക്രാരവിന്ദേ. അങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? സുമധുര വികസദ്രാഗമുദ്ഭാവ്യമാനൈ, അതിൽ നിന്ന് വരുന്ന ആ രാഗതുണ്ടല്ലോ, അതായിട്ടാണല്ലോ അന്ന് നമ്മുടെ ഇതിലൊക്കെ നാരായണീയത്തിലൊക്കെ നമുക്കറിയാമല്ലോ, ആ ഗോപശ്രീകളൊക്കെ ഈ ഭഗവാന്റെ ഓടക്കുഴൽ കേട്ട് ആ ഓടി വരുന്ന രംഗം. താഗേഹ കൃത്യ നിരത തനയ പ്രസക്ത കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ. എല്ലാം മറന്നിട്ടാണ് ഈ ഗോപശ്രീകള് ഭഗവാന്റെ ഈ ഓടക്കുഴൽ വിളി കേൾക്കുമ്പോൾ അങ്ങോട്ട് ഓടി ചെല്ലുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സുമധുര വികസദ്രാഗമുദ്ഭാവ്യമാനൈ, അങ്ങനെ ആ മധുരമായ രാഗങ്ങളോടുകൂടിയ ആ പാട്ട് ഉദ്ഭാവ്യം ഉളവാക്കുന്ന ആ വേണുനാളിയും തന്റെ ആ വക്രാരബന്ധത്തിൽ പിടിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുന്ന ആ രംഗമാണ് ഭട്ടതിരിക്ക് കാണാൻ പോകുന്നത്. നമ്മുടെ മനസ്സിലും ആ ഭക്തി സാന്ദ്രമാകുമ്പോൾ ആ രൂപം തെളിഞ്ഞു വരും. ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം, ഇത് ശബ്ദബ്രഹ്മമാണ്, ആ ഭഗവാന്റെ നാദബ്രഹ്മം. ആ നാദബ്രഹ്മമാണ് ആ ഓടക്കുഴ. അതുകൊണ്ടാണ് ഇത് മൊത്തം ഈ പ്രപഞ്ചം ചലനാത്മകമാകുന്നത്. അതുകൊണ്ടാണ് ശബ്ദത്തിൽ നിന്നാണല്ലോ ഈ സൃഷ്ടി നടക്കുന്നത്. അതാ ഭഗവാന്റെ ഓടക്കുഴൽ വിളി കേൾക്കുമ്പോൾ സർവചരാചരങ്ങളും അതിൽ മയങ്ങി നിൽക്കുന്ന ആ രംഗമാണ്. ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം, അങ്ങയുടെ ആ ശബ്ദബ്രഹ്മാമൃതം ശിശിരിത ഭുവനൈ സിദ്ധമേ കർണവീഥിം, അതും ശിശിരിത ഭുവനം. നേരത്തെ പറഞ്ഞല്ലോ കർണ ഓട്ടം, അതുപോലെ ഈ ഭഗവാന്റെ ശബ്ദബ്രഹ്മം എന്റെ ചെവി കർണപുടങ്ങളിൽ വന്ന് വീണ് അതിനെ കുളിർപ്പിക്കണമേ ഭഗവാനെ എന്ന് ഭട്ടതിരി പറയാണ്. അതായത് ആ രൂപം കണ്ട് ഇനി ആ ശബ്ദവും എനിക്ക് ആസ്വദിക്കണം. മനോഹരമായ ശ്ലോകങ്ങളാണ് അതൊക്കെ. ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണി പ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃത നഖമയൂഖാംഗുലീ സംഘശാരം കൃത്വാ വക്രാരവിന്ദേ സുമധുര വികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിത ഭുവനൈ. അതായത് ഈ ഭുവനം മൊത്തം കുളിർപ്പിക്കുന്ന ആ നാദം സിഞ്ചമേ കർണവിമേ, എന്റെ ഈ കർണവീതിയും കർണപുടത്തെയും ഒന്ന് കുളിർപ്പിക്കണമേ ഭഗവാനെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി അങ്ങോട്ട് കഴിഞ്ഞിട്ട് കണ്ടം തല മൊത്തം ആയി കഴിഞ്ഞു. ഇനി ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരണ്ണിതം കോമളം കണ്ടദേശം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 1000 സുസംസ്കൃത ശ്ലോക പുഷ്പം. നല്ല മനോഹരമായ ശ്ലോകങ്ങളാണ്. അതാണ് സുസംസ്കൃതം വള്ളത്തോട് പറഞ്ഞതേ. അതിവിടെ കേട്ടോ, ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരരുണിതം. അരുണിതം എന്ന് വെച്ചാൽ ചുമപ്പ് നിറമാക്കിയപ്പെട്ട ഭഗവാന്റെ ആ കഴുത്ത് അത് ചുവപ്പാക്കി മാറ്റി. എങ്ങനെയാണ്? ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിർ, ആ കൗസ്തുഭരത്നം ഭഗവാൻ മാറിൽ ചാർത്തിയിട്ടുണ്ടല്ലോ. അതായത് വലാഴിന്ന് വലാഴിയല്ല, ഈ മഥനം നടന്നുകൊണ്ടിരുന്നപ്പോൾ, അമൃതിനു വേണ്ടിയുള്ള മഥനം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ കൗസ്തുഭരത്നം, ഒരു രത്നം. പിന്നെ
അതായത് കൗസ്തുഭം ഭഗവാൻ മാർലണിയെയും ലക്ഷ്മി ദേവിയെ തന്റെ സഹധർമ്മിണിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തായിരുന്നു പാലാഴി മദന സമയത്ത്. അതാണ് ഇവിടെ പറയുന്നത്. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരരുണിതം. ആ കൗസ്തുഭശ്രീ എന്ന് വരുന്ന ആ ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ട് ഈ കണ്ഠദേശം അരുണിതമായി, ചുമപ്പായി എന്ന് പറയാണ്. ഉത്സർപ്പത് എന്ന് വെച്ചാൽ ഉയർന്നു പൊങ്ങുന്ന, സർപ്പം പൊങ്ങുന്നെന്നുള്ള പറഞ്ഞത്. ഉത്സർപ്പത് മുകളിലോട്ട് വരുന്ന ആ രശ്മികൾ കൊണ്ട് കഴുത്ത് അരുണിതമായി. അരുണിതം കോമളം കണ്ഠദേശം. കണ്ഠദേശം കോമളം തന്നെയാണ്, പക്ഷെ ഈ കൗസ്തുഭരത്നത്തിന്റെ ആ ഒരു പ്രകാശവും കൂടെ അടിച്ചപ്പോഴത്തേക്ക് അതിന്റെ അരുണിമ കുറേയും കൂടെ ഭംഗിയായി. ഇനി വക്ഷസാണ് ഭഗവാന്റെ, അല്ലേ? വക്ഷശ്രീവത്സരമ്യം. ഭഗവാൻ ശ്രീവത്സം എന്നുള്ള ഒരു മറുക് തന്റെ നെഞ്ചിലെപ്പോഴും ഉണ്ടല്ലോ. ആ കഥ നമുക്കറിയാവുന്ന കഥയാണില്ലേ. പണ്ട് ഭൃഗു മഹർഷി ആരാണ് ത്രിമൂർത്തികളിൽ ഏറ്റവും നല്ല ആളാണെന്ന് കണ്ടുപിടിക്കാൻ ചെന്നപ്പോൾ ബ്രഹ്മാവിന്റെ ഒക്കെ ചെന്നപ്പോഴും അത്രയൊന്നും ശരിയായില്ല. അത് കഴിഞ്ഞ് ശിവന്റെ അടുക്കെ ചെന്നപ്പോഴും ശിവനും ഈ ഭൃഗു മഹർഷിയോട് മോശമായിട്ട് പെരുമാറി. നേരെ വൈകുണ്ഠത്തിൽ ചെന്നു. വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ശയ്യയിലാണ്, മഹാലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം ദേഷ്യത്തോടെ ഈ സൃഷ്ടി സ്ഥിതി സംഭവം എല്ലാം ചെയ്യേണ്ട അങ്ങിങ്ങനെ കിടന്ന് ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു ഒറ്റ ചവിട്ട് കൊടുത്തു നെഞ്ചത്ത്. ആ ചവിട്ടിന്റെ ശക്തി കൊണ്ട് ഭഗവാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിച്ചു, അങ്ങക്ക് കാലം നൊന്തോ? ഇത്രയും ക്ഷമയുള്ള ഒരാളുണ്ടോ? എന്നിട്ട് ഭഗവാൻ ആ ഭൃഗുമഹർഷി ചവിട്ടിയ പാടാണ് ശ്രീവത്സമായിട്ട് തന്റെ മാറിൽ അണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ശ്രീവത്സത്തെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷ ശ്രീവത്സരമ്യം. ആ ശ്രീവത്സം കൊണ്ട് വളരെയധികം രമ്യമായിരിക്കുന്നത്. പിന്നെ പലതരം മാലകളുണ്ടല്ലോ. തരളതര സമുദ്ദി പ്രഹാര പ്രധാനം. പക്ഷസ മാറുടമാണ് ഈ പറയുന്നത്. പലതരത്തിലുള്ള മാലകളെ കൊണ്ട് വിധാനിച്ചിരിക്കുന്നത്, ഇങ്ങനെ വിസ്തരിച്ച് ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ളത് തരളതരം, ഇളങ്ങുന്ന, സമുദ്ദീപ്രം, പ്രകാശിക്കുന്ന, ഹാരപ്രധാനം. മാലകളൊക്കെ കഴുത്തിൽ പല രത്നമാലകളും ഒക്കെ ഇടുന്നുണ്ട്, അല്ലാത്ത മാല എല്ലാം ഇടുന്നുണ്ട്. പിന്നെ വനമാലയുണ്ട്. അതിന് പറയും നാനാവർണ്ണ പ്രസൂനാവലിനീം വന്യമാലാം. അവന്റെ വനമാലയെ പറ്റി പറയാണ്. എന്താണ്? നാനാവർണ്ണ പ്രസൂനം. വനമാല എങ്ങനെ ഉണ്ട്? നാനാവർണ്ണം, പല നിറത്തിലുള്ള. പ്രസൂനം എന്ന് വെച്ചാൽ പുഷ്പങ്ങൾ കൊണ്ട്, പിന്നെ അതിന്റെ കിസലയം, അതിന്റെ തളിരുകൾ കൊണ്ടുമൊക്കെ ഉണ്ടാക്കിയതാണ് ഈ വനമാല. നീട്ടി ഇങ്ങനെ ഇടുന്നതാണ്. അതാണ് വിലോലലോലംബം. ലോലംബം എന്ന് പറഞ്ഞത് വണ്ട്. ഈ വണ്ടൊക്കെ അതിന്റെ സൗരഭ്യമൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ആ വനമാലയുടെ ചുറ്റും കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അതാണ് വിലോലലോലംബം. ലോലംബം എന്ന് വെച്ചാൽ വണ്ടെന്നാണ് അർത്ഥം. ലോലംബ ലംബമാനാമുരസി. അതിങ്ങനെ താന്ന് കിടക്കുകയാണ്. ഭഗവാന്റെ വനമാല നമുക്ക് അറിഞ്ഞൂടെ, നീട്ടിയിട്ടിരിക്കുകയാണ്. അതാണ് ലംബമാനാം, ഞാന്ന് കിടക്കുന്ന ആ വനമാല. തഥാഭവയേ രത്നമാലം. അങ്ങനെയുള്ള ആ രത്നമാലയും പിന്നെ ഇട്ടിട്ടുണ്ട്. പലതരം ആഭരണങ്ങളാണ് ഭഗവാന്റെ മാറിടത്തിലുള്ളത്, അല്ലേ? വാടീരവര പുഷ്പ അങ്ങനെ പറഞ്ഞ് ഉള്ളത്തോട് പറയുമല്ലോ ആ മാറിടത്തെ പറ്റി. അതാണ് ഇവിടെയും പറയുന്നത്. നാനാവർണ്ണ പ്രസൂനാവലി വിസലയനീം വന്യമാലാം വിലോലലോലംബാം. അതിന് ചുറ്റും ലോലംബങ്ങൾ, വണ്ടിൻ നിരകളിങ്ങനെ പാറിക്കളിക്കുകയാണ്. ലംബമാനാമുരസി. ഇങ്ങനെ ആ ഉരസ് മൊത്തം ഇങ്ങനെ നീണ്ട് വനമാല ഇട്ടിരിക്കുകയാണ് ലംബമാനമായിട്ട്. തവ അങ്ങയുടെ തഥാഭാവയേ രത്നമാലാം. ആ രത്നമാലയും ഞാൻ ഭാവന ധ്യാനിക്കുന്നു എന്ന് പറയുകയാണ്. ധ്യാനമായത് അങ്ങനെ ഓരോ രൂപവും ഇങ്ങനെ വരികയാണ്. വക്ഷസ് വരെ ആയി കഴിഞ്ഞു. ഇനി ആറാമത്തെ ശ്ലോകം. അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസ സൗരഭാകൃഷ്ടലോകം. ഇനി നാസിക, ഓരോ അവയവങ്ങളും, ശബ്ദം എല്ലാ ഇന്ദ്രിയങ്ങളെയും സുഖിപ്പിക്കും ഭഗവാന്റെ ആ ദർശനം. നീ ഇവിടെ പറയുന്നത് എന്താണ്? അംഗേ പഞ്ചാംഗരാഗൈ. പഞ്ചാംഗരാഗം അല്ലെ, ഹരിചന്ദനം, അഖില്, കുങ്കുമം മുതലായിട്ടുള്ള ചേരുവകൾ ചേർന്ന ആ സുഗന്ധപൂരിതമായിരിക്കുന്ന പഞ്ചരാഗം ഭഗവാൻ ശരീരത്തിലെല്ലാം അണിഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഇന്ന്? ഭഗവാന്റെ സുഖത്തിനാണോ? അവിടെ വരുന്ന ഭക്തരെ എല്ലാം, അവരുടെ എല്ലാം ആ സുഗന്ധത്തിൽ ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അത് ചെയ്യുന്നത്. അതാണ് അംഗേ പഞ്ചാംഗരാഗം എന്ന് വെച്ചാൽ അവയവങ്ങളിൽ പഞ്ചാംഗരാഗം പൂശി. അതെങ്ങനെയുള്ളത്? അതിശയ വികസ സൗരഭാകൃഷ്ടലോകം. എല്ലാ ലോകരെയും ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ആ പഞ്ചാംഗം ഭഗവാൻ തന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ്? ലീനാനേകത്രിലോകീ വിതതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം. ഇനി ഭഗവാന്റെ ഉദരം വളരെ കൃശമാണ്. പക്ഷെ കൃശമാണെന്ന് പറയാൻ പറ്റാതിരിക്കുന്നതാണ്. പക്ഷെ എന്താ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ട്? ഈ ത്രിലോകങ്ങളെല്ലാം ഭഗവാന്റെ ഉള്ളിലാണല്ലോ നിലനിൽക്കുന്നത്.
എന്നിട്ട് പോലും വിഭ്രതം കൃശാം മധ്യവല്ലിയും, ആ കൃശമായിരിക്കുന്ന വളരെ തനുവായിരിക്കുന്ന ആ മധ്യവല്ലി ഉദരപ്രദേശം, എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും ഭഗവാൻ ഉള്ളിൽ ഒടുക്കിയിരിക്കുകയാണെങ്കിലും എല്ലാം ഭഗവാനിലാണെന്നാണല്ലോ നമ്മുടെ സർവത്തിലും സ്ഥിതി ചെയ്യുന്ന ആളല്ലേ ഭഗവാൻ. എന്നിട്ടും അദ്ദേഹത്തിന്റെ ആ ഭംഗിക്ക് ഒരു കുറവും വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ലീനം എന്ന് വെച്ചാൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അനേക ത്രിലോകി, അനേകം ബ്രഹ്മാണ്ടങ്ങൾ, 3 ലോകങ്ങളുള്ള ബ്രഹ്മാണ്ടങ്ങൾ അനേകം ലയിച്ചു ചേർന്ന വിതതി ഇതിന്റെ ആ കൂട്ടമാണെങ്കിൽ പോലും കൃശാം ബിഭ്രതം മധ്യവല്ലിയും, ആ മധ്യവല്ലിയും ബിഭ്രതം അതിനെ വഹിച്ചിരിക്കുന്ന ആ ഉദരഭാഗം, വളരെ കൃശമായിരിക്കുന്ന ഉദരഭാഗത്തെ വഹിച്ചിരിക്കുന്ന ആ ഭംഗി. പിന്നെന്താണ്? ശക്രാശ്മന്യസ്തപ്തോജ്വല കനകനിഭം പീതചേലം ദദാനം. ഭഗവാൻ പിന്നെ ധരിച്ചിരിക്കുന്നുണ്ടല്ലോ, മഞ്ഞപ്പട്ടുടയാട ചാർത്തിയോനില്ലേ ഭഗവാന്റെ ആ പീതാംബരം. പീതാംബരം എന്ന് ഭഗവാൻ പേര് തന്നെ ഉണ്ടേ. ആ പീതാംബരം എവിടെയാണ് ചുറ്റിയിരിക്കുന്നത്? ശക്രാശ്മന്യസ്ത. നല്ലൊരു വർണ്ണനയാ അത്. ശക്രാശ്മ എന്ന് വെച്ചാൽ ഇന്ദ്രക്കല്ല്. ഭഗവാന്റെ നിറം ഇച്ചിരി കറുപ്പാണല്ലോ. കറുപ്പെന്ന് പറഞ്ഞാൽ ആ നീലവർണ്ണം. അതിനകത്ത് ഒരു പാറയിൽ ഇങ്ങനെ എന്താ കെട്ടിയിരിക്കുന്നു? തപ്തോജ്വല കനകനിഭം. കനകം എന്നൊക്കെ സ്വർണം. അതിനെ ചൂട് പിടിക്കുമ്പോൾ മഞ്ഞയുടെ ഒരു ഭംഗി മടങ്ങിയാണ്. ആ നീല ശരീരത്ത് ആ മഞ്ഞപ്പെട്ട് ചാർത്തിയന്റെ ഒരു വിശേഷണമാണ് ഇവിടെ പറയുന്നത്. ശക്രാശ്മന്യസ്ത എന്ന് വെച്ചാൽ വെക്കപ്പെട്ട, ഒരു ഇന്ദ്രനീലക്കല്ലിൽ വെക്കപ്പെട്ട എങ്ങനെയുള്ള തപ്ത കനക ഉജ്ജ്വലം ആയ പീതചേലം, വെള്ള വസ്ത്രം. ചേലം എന്ന് വെച്ചാൽ വസ്ത്രം. ആ വസ്ത്രം ഇങ്ങനെ ഭഗവാൻ ചുറ്റിയിരിക്കുകയാണ്. തപ്തചേലം ദധാനം, പ്രധാനം ധരിച്ചിരിക്കുന്ന. ധ്യായാമോദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണി മണ്ഡിതം ത്വാം. അതായത് പിന്നെ അതിന്റെ ചുറ്റും എന്താ ചെയ്തിരിക്കുന്നു? ഭഗവാൻ രശന, അരഞ്ഞാൺ. ആ അരഞ്ഞാണിനകത്ത് പിന്നെ ഇതുണ്ട്, കിങ്കിണികളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന രൂപം ഭട്ടതിരി കാണുകയാണ്. ധ്യായാമോ ദീപ്തരശ്മി, നല്ല പ്രകാശിക്കുന്ന സ്ഫുടമണി രത്നങ്ങളൊക്കെ ആ കിങ്കിണികളായിട്ട് വെച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആ അരഞ്ഞാണിൽ തൂക്കിയിരിക്കുന്ന കിങ്കിണി മണ്ഡിതം. മണ്ഡിതം എന്ന് വെച്ചാൽ അലങ്കരിച്ചിരിക്കുന്നു ആ രൂപം. ഭഗവാന്റെ മഞ്ഞപ്പെട്ട് അതിന് പുറത്തും അരഞ്ഞാണ ഉദ്യാനം പോലെ ചുറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ കിങ്കിണികൾ ഇങ്ങനെ തൂക്കി, അതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് കാണാം. ഭഗവാന്റെ എവിടം വരെയായി? അര വരെ വന്നു കഴിഞ്ഞു. ദശാധിപാതം ഇങ്ങനെ താഴോട്ട് വരികയാണ്. ഇനിയാണ് ഭഗവാന്റെ ഊരുക്കളുടെ വർണ്ണന. ഊരുക്കൾ എന്ന് വെച്ചാൽ തുട. ഊരു ചാരു തവോരു, ഊരു വിസ്താരമേറിയ, ഊരു. ചാരു മനോഹരം, തവോ ഊരു, ഉരു തുടയെന്ന് അർത്ഥമുണ്ട്. അത്രയും വിസ്താരവും പിന്നെ മനോഹരവുമായ തവ ചാരു, അതാണ് തവോ ഊരു. തവോ ഊരു ഘനമസൃണ രുചവൂ, അതിന്റെ ഭംഗി. മസൃണ രുചവും, മസൃണം ഭംഗിയാണ്, രുചിയും എല്ലാം കൂടെ ചേർന്ന ഭംഗിയുള്ള കനത്ത തുടകൾ ഭഗവാന്റെ ഊരുക്കൾ. ചിത്തചോര ഊരമായ. ഈ ഇത് കണ്ടാണല്ലോ അന്ന് പാലാഴി മദനത്തിൽ ലക്ഷ്മി ഭഗവതി പൊങ്ങി വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള ദേവന്മാരെല്ലാം ഇങ്ങനെ വളരെ സ്പൃഹയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോഴത്തേക്ക് ഈ ലക്ഷ്മി ദേവി പതുക്കെ ആ ഭഗവാന്റെ അടുക്കലേക്ക് പോവുകയാണ്. ആ ഭഗവാന്റെ അങ്കലാവണ്യം എല്ലാം ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അങ്ങനെ പോയത്. അതാണ് ഇവിടെ ഭട്ടതിരി പറയുന്നത്. ചിത്തചോര ഊരമായ. ഈ ഊരുമൊക്കെയാണ് ലക്ഷ്മി ഭഗവതിയുടെ ചിത്തത്തെ ഹരിച്ചത്. അതാണ് ചിത്തചോര രമ. എന്ന് വെച്ചാൽ ലക്ഷ്മി ഭഗവതി. അത് വിശ്വക്ഷോഭം വിശങ്ക്യ ദുർവമനിശമുഭവൂ പീതചേലാവൃതാംഗവും. ഈ പീതചേല കൊണ്ട് മൂടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? വിശ്വക്ഷോഭം വിശങ്ക്യ. അതായത് മറ്റുള്ളവരെ മനോഹരമായ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് ചാഞ്ചല്യം വരും. ഭക്തന്മാരൊക്കെ ചെന്ന് നോക്കുമ്പോൾ ആ ഭക്തന്മാരുടെ മനസ്സിനെ ഇളക്കിക്കൂടല്ലോ. ഭഗവാന്റെ ഈ ഊരുക്കൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായി പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? പീതചേലാവൃതാംഗവും, എല്ലാം പീതചേല കൊണ്ട് ആ ലക്ഷ്മി ഭഗവതി തന്നെ മൂടി വെച്ച. സ്ത്രീജനങ്ങൾക്ക് അസൂയുണ്ടായി പോകുന്നൊക്കെയുള്ള ആ ഒരു രീതിയിലും പറയാം നമുക്ക്. പക്ഷെ എന്തായാലും വിശ്വക്ഷോഭം വിശങ്ക്യ ദുർവം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം ഭഗവാന്റെ ഈ അംഗങ്ങളെല്ലാം പീതചേല കൊണ്ട് ആവൃതമായിരിക്കുന്നത്. ഭട്ടതിരിയുടെ പക്ഷെ ആ സൂക്ഷ്മ ദൃക്കുകൾക്ക് അതിന്റെ ഭംഗിയെല്ലാം എത്ര മൂടി വെച്ച് കഴിഞ്ഞാലും കാണും. അതാണ് ഇവിടെ നമുക്ക് നോക്കുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാന്റെ ആ രൂപം അവർ അന്തർദൃഷ്ടി കൊണ്ടാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ ഭാഗ്യനേത്രങ്ങൾ കൊണ്ടേ നമുക്ക് ഈ പീതചേല കൊണ്ടൊക്കെ മറയ്ക്കാൻ പറ്റും. പക്ഷെ
ആ ധ്യാനാവസ്ഥ വരുമ്പോഴത്തേക്ക് ആ ഭഗവത് സ്വരൂപം നമുക്ക് വ്യക്തമാകും. അതാണ് പീതജേല കൊണ്ട് ആവൃതമാണെങ്കിലും ഭട്ടതിരിക്കതിന്റെ മനോഹാരിതയെല്ലാം കാണാൻ കഴിയുന്നതേ. വിശ്വക്ഷോഭം വിശങ്ക്യ, അങ്ങനെ സംശയിച്ചിട്ട് ദുർവം അനിശം, എല്ലായ്പ്പോഴും ഈ രണ്ട് ഉരുക്കളും പീതജേലാവൃതാംഗവും ഇങ്ങനെ പീതജേല കൊണ്ട് ആവൃതമാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ്? ഉരുക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മുട്ട്, അതാണ് ഭഗവാന്റെ മുട്ടുണ്ടല്ലോ, അതും പീതജേല കൊണ്ട് മൂടിയിരിക്കുന്നെങ്കിലും കാണുകയാണേ. ആനംപ്രാണാം പുരസ്താന്യസനദ്രുത സമസ്താർത്ഥപാളീ ജാനുദ്വയം. ജാനു എന്ന് വെച്ചാൽ കാൽമുട്ട, ആ രണ്ട് കാൽമുട്ടുകൾ. ഇതെങ്ങനെയുള്ളതാണ്? ആനംപ്രാണാം, പ്രണമിക്കുന്നവര് മാത്രമേ ഭഗവാൻ കൂടുതൽ ശ്രദ്ധിക്കത്തുള്ളേ, അല്ലേ? അതാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാര്യമായിട്ടൊക്കെ ഭഗവാനെ പ്രണമിക്കുന്നത്. ആനംപ്രാണാം, അങ്ങനെ ആ പ്രണമിക്കുന്ന ഭക്തന്മാരുടെ പുരസ്താത്, മുമ്പിൽ, നെസന ധൃത സമസ്താർത്ഥ പാളി, അതായത് ഈ ഭക്തന്മാർക്ക് കൊടുക്കാൻ വേണ്ടി സമുദ്ഗച്ഛായം. സമുദ്ഗച്ഛായം എന്ന് പറയുന്നത് ചെപ്പാണ്. അതായത് ഒരു ചെപ്പിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഭക്തന്മാർക്ക് ആവശ്യാനുസരണം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ ഭഗവാൻ മണിച്ചപ്പുണ്ടാക്കി വെച്ചിരിക്കുകയാണ് തന്റെ ഈ ജാനുദ്വയങ്ങൾ എന്നാണ് പറയുന്നത്. അതാണ് ആനംപ്രാണാം പുരസ്താന്യസന, അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ധൃത സമസ്താർത്ഥപാളി. ഭഗവാൻ കൊടുക്കാൻ എന്തെങ്കിലും ക്ഷാമമുണ്ടോ? നമുക്കല്ലേ വസ്തുക്കൾക്കൊക്കെ ക്ഷാമമുള്ളൂ. എല്ലാത്തിന്റെയും ഉടമസ്ഥനായിരിക്കുന്ന ഭഗവാൻ ഏതാണ് കൊടുത്തുകൂടാത്തത്? അതുകൊണ്ട് സമസ്താർത്ഥപാളി ജാനുദ്വയം, അതിനെ എല്ലാം ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുന്ന ചെപ്പാണ് ഈ ഭഗവാന്റെ ജാനുദ്വയം. ജാനുദ്വയം അത് കഴിഞ്ഞിട്ട് ക്രമപ്രതുല മനോജ്ഞേജംഘേ, ഓരോന്നായിട്ട് പോവാണ്. ആ മുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ ആ കാൽവണ്ണകൾ, അത് മനോഹരമാണ്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രമപ്രതുല മനോജ്ഞേ, ഒരുപോലെ ക്ഷേത്രത്തിലല്ല, അതിങ്ങനെ പതുക്കെ ക്രമമായിട്ട് തടിപ്പ് ഇങ്ങനെ കുറഞ്ഞ് താഴോട്ട് വരികയാണ്. അതാണ് ക്രമപ്രതുല മനോജ്ഞേ, വളരെ മനോഹരമാക്കിയാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ആ ഷേപ്പും അതിന്റെ ഒരു ആകൃതിയും എല്ലാം പറയാണ് ആ കണങ്കാലിന്റെ. പിന്നെ ജംഘേ നിഷേവേ, ആ പ്രതുല മനോജ്ഞേജ ജംഘ, ജംഘയാണ് ഈ കണങ്കാല്, അതിനെയും ഞാൻ നിഷേവേ ധ്യാനിക്കുന്നു. കഴിഞ്ഞ് താഴെ വരെ വന്നു ഭഗവാന്റെ ആ കേശാദിപാദം കഴിഞ്ഞ് ആ ഓരോ അവയവങ്ങളായിട്ട് കടന്ന് വന്ന് മുട്ട് കഴിഞ്ഞു, ഇനി കണങ്കാല് വരെ എത്തി. ഇനിയാണ് ഏറ്റവും മനോഹരമായ ശ്ലോകം വരുന്നത്. മഞ്ജീരം മഞ്ജുനാദൈരിവ പദവചനം ശ്രേയയിത്യാലവന്തം. ഭഗവാൻ മഞ്ജീരം, കാൽച്ചിലമ്പ് ധരിച്ചിട്ടുണ്ട്. അതായത് കണങ്കാല് കഴിയുമ്പോൾ പിന്നെ ഭട്ടതിരിക്ക് കാണാൻ കഴിയുന്നത് ആ കാൽച്ചിലമ്പാണ്. അതാണ് മഞ്ജീരം. ആ മഞ്ജീരം ഇങ്ങനെ ഭഗവാൻ കാലിങ്ങനെ നിശ്ചലമാക്കി അല്ലല്ലോ വെച്ചിരിക്കുന്നത്. കാലനങ്ങുന്നതനുസരിച്ച് ആ മഞ്ജീരവും ഇങ്ങനെ ഇതായിട്ട് കിലുങ്ങും. അത് മഞ്ജുനാദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ശബ്ദമാണ് ഈ മഞ്ജീരത്തിൽ നിന്ന് ഉതിർന്നു വരുന്നത്. അതാണ് മഞ്ജീരം മഞ്ജുനാദൈരിവ പദവചനം ശ്രേയയിതി ആലബന്ധമിവ. അതായത് ഭഗവാന്റെ പാദഭജനം ശ്രേയസ്കരമാണെന്ന് വിളിച്ചു പറയുകയാണ് ഭഗവാന്റെ ഈ കാൽച്ചിലമ്പിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ആ ഭാവന നോക്കണേ, ഭഗവാൻ കാല് ചെറുതായിട്ടിട്ട് അനക്കുമ്പോൾ ആ കാൽച്ചിലമ്പുണ്ടാക്കുന്ന മധുരധ്വനികൾ ഈ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് എന്ത് കൊടുക്കുന്നതാണ്? ശ്രേയസ് കൊടുക്കുന്നതാണ്. ശ്രേയസ് എന്ന് വെച്ചാൽ മോക്ഷമാണ്. ഭഗവാന്റെ പാദം മോക്ഷദായകമാണ് എന്ന് ഇത് കൊടുക്കുകയാണ്, ഒരു സൂചന. ആ മഞ്ജീര ശബ്ദം ഇതൊക്കെ ഭക്തന്മാർക്ക് മനസ്സിലാവും. മഞ്ജീരം മഞ്ജുനാദൈരിവ പോലെ ഒരു ഉപമയത്. ഉപമ പദവചനം ശ്രേയൈതി ആലബന്ധം, അത് ഈ മഞ്ജീരം ആലപിക്കുകയാണ്. ഭഗവാന്റെ പദവചനം നിങ്ങൾക്ക് മോക്ഷദായകമാണ്, ശ്രേയസ്കരമാണ്. പ്രയസല്ല, പ്രയസും ശ്രേയസും ഉണ്ടല്ലോ. പ്രയസം എന്ന് പറയുന്നത് നമുക്ക് ഭൗതികമായ കാമനകളൊക്കെ കിട്ടുന്നതാണ്. പ്രയസ് അതും കിട്ടും. പക്ഷെ അതുപോലെ തന്നെ ശ്രേയസ്സും മോക്ഷം പദവി അതിന് പര്യാപ്തമാണ് അങ്ങയുടെ ഈ പാദമെന്ന് ഈ മഞ്ജുനാദം വിളിച്ചു പറയുകയാണ്. മഞ്ജീരത്തിന്റെ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദതേ പാദമൂലം. ആ ഭഗവാന്റെ പാദമൂലം ഉണ്ടല്ലോ, ആ പാദത്തിന്റെ അടി, അത് പറയാണ്. ഭക്താനാം, ഭക്തന്മാർക്ക് കാമവർഷദ്യുതരു കിസലയം. കാമവർഷം, ഭക്തന്മാർക്ക് പലതരം ആവശ്യങ്ങളുണ്ടല്ലോ, അവർക്ക് കാമങ്ങളുണ്ട്. നമ്മളെ പോലുള്ള ലൗകികര് ഭഗവാനിലൊക്കെ പോണത് എല്ലാവരും ശ്രേയസിനാണോ? അല്ല,
നമുക്കൊക്കെല്ലാം പലതരത്തിലുള്ള ലൗകിക കാമങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഗൃഹസ്ഥന്മാരായിട്ട് പോകുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. എല്ലാം ഭഗവാന്റെ സഹായം വേണം. അതാണ് ഇവിടെ പറയുന്നത് ഭക്താനാം കാമവർഷം. അത് വർഷിക്കുകയാണ്. ഈ കാമം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി കൊടുക്കുന്ന കിസലയം, തളിര് പോലെ ഇരിക്കുകയാണ്. അതിന്റെ മൃദുത്വവും അതിന്റെ ഭംഗിയും എല്ലാം പറയാനാണ് ഭഗവാന്റെ പാദത്തെ കിസലയമായിട്ട് പറയുന്നത്. കിസലയം നാദതേ പാദമൂലം. ആ പാദമൂലം വരെ ഭട്ടതിരി കാണുകയാണ്. പാദമൂലം അതെന്തു വേണം? നിത്യം ചിത്തസ്ഥിതം മേ. സോറി, ഒരു ശ്ലോകം വിട്ടുപോയി കേട്ടോ. പാദാഗ്രം ഭ്രാന്തി, ആ ശ്ലോകം വിട്ടുപോയി. ജാനദ്വയം ക്രമമൃദുല മനോജ്ഞേജ ജംഘേ നിക്ഷേപേ കഴിഞ്ഞിട്ട് പിന്നെ മഞ്ചീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയയിത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമ. അത് ആ വരി വിട്ടുപോയി. ആ പാദാഗ്രം ഉണ്ടല്ലോ ഭഗവാന്റെ, അത് ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്തരോദ്ധാര കൂർമ്മം. അതാണ് വിശേഷണം. ആ ഭ്രാന്തി എന്ന് വെച്ചാൽ മായ. നമ്മളെല്ലാം ഈ സംസാര ദുഃഖത്തിൽ പെട്ട് ഉഴലുന്നത് മായയാണ്. മായ മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. മായയാണ് നമ്മളെ ഈ അജ്ഞാനം കൊണ്ട് ഈ സംസാര ഭ്രമം ഉണ്ടാക്കുന്നത്, അല്ലെ? ആ മായയിൽ മുങ്ങിയിരിക്കുന്നവരാണ് ഭ്രാന്തി മജ്ജത്. അതിനെ രക്ഷപ്പെടുത്താനായിട്ട് അത് ഭഗവാൻ ഭഗവത്ഗീതയെ പറയത്തില്ലേ, ദൈവീഹേഷ ഗുണമയി മമ മായ ദുരത്യയ. മമ മായ, എന്റെ മായ തന്നെയാണിത്. നിങ്ങളെയൊക്കെ ഈ സംസാര ദുഃഖത്തിൽ പെടുത്തുന്നത് എന്റെ മായ തന്നെയാണ്. അത് കടക്കാൻ വളരെ പ്രയാസം. മമ മായ ദുരത്യയ, പക്ഷെ കടക്കാൻ വളരെ എളുപ്പം. മാമേവയെ പ്രപദ്യന്തേ. ആരാണോ എന്നെ സർവാത്മന ആശ്രയിക്കുന്നത്, വേറെ ഒന്നും വേണ്ട, ഭഗവത് പദത്തെ ആശ്രയിച്ചാ മതി. അതാണ് മാമേവയെ പ്രപദ്യന്തേ. ആരാണോ എന്നെ സർവാത്മന ആശ്രയിക്കുന്നത് മായാമേതാം തരന്തിതേ, അവരെ ഞാൻ ഈ മായയിൽ നിന്ന് കടത്തിവിടും. ഒരു പ്രയാസവുമില്ല. അതാണ് നാവിജന്നീ ഭവാബ്ദിക്ക് ഒരാവിവന്തോണി നിൻ പദം എന്ന് പറയുന്നത്. ഈ സംസാര സാഗരം കടക്കാനായിട്ട് ഭഗവാന്റെ പദം മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. അവർ ഈ മായയെ കടക്കും, അല്ലാതെ ദുരത്യയാണ്. അതാണ് ഇവിടെയും പറയുന്നത്. ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്തരോദ്ധാര കൂർമ്മം. കൂർമ്മം വെച്ചാൽ ആമ. പണ്ട് പാലാഴി മദനത്തിൽ ഈ മന്ദരപർവ്വതം താഴോട്ട് പോയല്ലോ. താഴോട്ട് പോയപ്പോഴാണ് ഭഗവാൻ ഒരു അവതാരം എടുത്തത്, കൂർമാവതാരം. ഒന്ന് അടിയിൽ വന്ന് താഴോട്ട് പോവാതെ. അതുപോലെ നമ്മുടെ മനസ്സിങ്ങനെ താഴോട്ട് പോകും. ആ താഴോട്ട് പോകാതെ തടുത്ത് ഇങ്ങനെ നിർത്തുന്നതാണ് ഭഗവാൻ എന്ന് പറയാം. ഭഗവാന്റെ പാദം ഇതാണ് ഭ്രാന്തി മജ്ജത് പ്രണതജനം. അവിടെയും പ്രണതം കൊണ്ടുവന്നുണ്ടോ? പ്രണമിക്കുന്നവർക്ക് ആശ്രയഭൂതനായിരിക്കുന്ന ഭഗവാൻ. പ്രണതജനം മനം, മനസ്സ്. മന്ദരപർവ്വതമാണല്ലോ അതാണ്. ആ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ എന്ത് ചെയ്യും? ഉദ്ധരിക്കുന്ന കൂർമ്മമാണ് ഭഗവാന്റെ പാദാഗ്രം എന്ന് പറയുകയാണ്. അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാര ഭ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതിന്റെ സൂചനയാണ്. പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്തരോദ്ധാര കൂർമ്മം. ആ പ്രണമിക്കുന്നവരുടെ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കുന്ന കൂർമ്മമാകുന്നു ഭഗവാന്റെ പാദാഗ്രം. വിശേഷപ്പെട്ട വന്ദനയാണെന്ന് നോക്ക്. പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്തരോദ്ധാര കൂർമ്മം. ഇനി എന്താണ് ആ പാദത്തിന്റെ വർണ്ണന? അതാ വിട്ടുപോയത്. ഉത്തുംഗാതാംബ്രരാജൻ നഗരഹിമകരജ്യോത്സ്നയാ. ആ പാദത്തിന്റെ അറ്റത്ത് ആ ഭഗവാന്റെ നഖം ഉണ്ടല്ലോ. എന്റെ കയ്യിലെ ആ നഖങ്ങളുടെ ഭംഗി കൊണ്ട് ആ ഓടക്കുഴലിന്റെ ഭംഗി കൂടുന്ന കാര്യം പറഞ്ഞു. ഇവിടെ എന്താണ് പറയുന്നത്? ഉത്തുംഗാതാംബ്രരാജൻ നഗരം. നഗരം എന്ന് കേട്ട നഖം, അത് ഉത്തുംഗം. നമ്മുടെയൊക്കെ നഖം പോലെ ഒന്നും ഒരു പരുത്ത് ചപ്പാത്തി അതുപോലെ ഇരിക്കല്ല. ഇതെല്ലാം ഉത്തുംഗം ഒന്ന് ഉയർന്ന് പിന്നെ ആദാംബ്രം ഒന്ന് തൊടുത്ത് ഒക്കെ ഇരിക്കുന്ന ആ മനോഹരമായ ഭഗവാന്റെ നഖം. അത് എങ്ങനെയുള്ളതാണ്? ഹിമകരൻ. ഹിമകരൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ. ആ നഖത്തിനൊരു ചന്ദ്രന്റെ ആ ഒരു ഭംഗി കാണാം. ചന്ദ്രനാണല്ലോ ഏറ്റവും കൂടുതൽ ശോഭയുള്ളത്. ആ ചന്ദ്രന്റെ ഭംഗി ഉള്ള ആ നഖത്തിൽ നിന്ന് ജ്യോത്സന വരികയാണ്. പൂനിലാവ്. ആലോചിച്ച് നോക്ക്. ഭഗവാന്റെ ആ കാൽനഖത്തിൽ നിന്ന് വരുന്ന ആ കാൽനഖേന്തു മരീചികൾ എന്നൊക്കെയുള്ള പ്രയോഗം തന്നെ ഉള്ളത് അങ്ങനെയാണ്. ഉത്തുംഗാതാംബ്രരാജൻ, അങ്ങനെ രാജിക്കുന്ന നഗരഹിമകരൻ. ആ നഖങ്ങളാകുന്ന ചന്ദ്രന്റെ ജ്യോത്സനയാ. ആ എന്താണ്? ആ നിലാവിൽ എന്ത് ചെയ്യും? യോസനയാജ് ആശ്രിതാനാം സന്താപത്വാന്ത ഹന്ത്രിയും. ആ സന്താപമാകുന്ന ആ ഇരുട്ട്,
അന്നേരം ആ പൂനിലാവ് വരുമ്പോ ഇരുട്ടോടി ഒളിക്കുമല്ലോ. ഈ ആശ്രിതാനാം ഭക്തന്മാരെ, ഭഗവാനെ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ആ ഇരുട്ടിനെ, ആ സന്താപമാകുന്ന ഇരുട്ട്, ദുഃഖമാകുന്ന ഇരുട്ടിനെ ഹന്ത്രീം ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ ഈ നഖരശ്മികൾ. ആ നഖം എന്ന് പറയുന്നത് ആ ചന്ദ്രബിംബത്തിന് തുല്യമായിട്ട് പറയുകയാണ്. ആ ചന്ദ്രബിംബത്തിൽ നിന്ന് വരുന്ന ആ കുളിർ നിലാവ് കൊണ്ട് ഏത് ഭക്തന്റെയും ദുഃഖം ഇല്ലാതാകും. അതാണ് സന്താപത്വന്തകന്ത്രി. ഇതൊക്കെ ഭട്ടതിരി അനുഭവിച്ചു പറയുകയാണേ. ആ സ്വന്തം അനുഭവം അവിടെ കിട്ടിയത് ഭഗവാന്റെ ആ ഒരു ദർശനം. അതുകൊണ്ട് അദ്ദേഹത്തിന് വാതരോഗമെല്ലാം മാറിയില്ലേ. അദ്ദേഹത്തിന് 26 27 വയസ്സിലാണ് ഈ നാരായണീയൻ രചിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 86 വയസ്സ് വരെ 60 വർഷം കൂടെ അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ട് കഴിയാൻ പറ്റി. ആ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം. അതുകൊണ്ട് ഭക്തിസാന്ദ്രമായിട്ട് ഭട്ടതിരി അങ്ങ് പറയാണ്. എന്താണ്? ഉത്തുംഗാദാംബ്രരാജൻ നഗരഹി മകരജ്യോത്സ്നയാജ ആശ്രിതാനാം സന്താപത്വാന്തം. ത്വാന്തം വെച്ചാൽ ഇരുട്ടാണ്. അതിനെ ഹന്ത്രയും തതിം അനുകലയേ മംഗലാമങ്കുലീനാം. ഞാൻ നഖം പറയുമ്പോഴത്തേക്ക് വിരലുകൾ പറയണ്ടേ? ആ വിരലുകളുടെ തതി, 10 വിരലുകളുണ്ടല്ലോ ഭഗവാന്, അതും അനുകലയേ മംഗലാം. മംഗലം, ആ മംഗലങ്ങളായിരിക്കുന്ന ആ മംഗളം പ്രദാനം ചെയ്യുന്ന ആ ഭഗവാന്റെ വിരലുകളെയും ഞാൻ അനുകലയും. അല്ലേ? ആ പാദത്തിനെ കുറച്ചും കൂടെ ഭട്ടതിരി കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ മഞ്ജീരം മഞ്ജുനാഥൈരിവ പദവചനം ശ്രേയിത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തി മജ്ജത് പ്രണതജന മനോമന്ധരോദ്ധാരകൂർമ്മം ഉത്തുംഗാദാംബ്രരാജൻ നഗരകി മകരജ്യോത്സ്നയാജ ആശ്രിതാനാം സന്താപത്വന്തഹന്ത്രീം തതിം അനുകലയേ മംഗലാമങ്കുലീനാം. ഈ വിരലുകളെയും ഞാൻ ധ്യാനിക്കുന്നു. ഇനിയാണ് എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകം. യേശുദാസൊക്കെ പാടി വളരെ ഭംഗിയാക്കിയ ശ്ലോകമാണ്. ഇനി യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. ഇത്രയും ഞാൻ വർണ്ണിച്ചല്ലോ ഭഗവാന്റെ അവയവങ്ങൾ. ഇതിൽ ഏറ്റവും മനോഹരം യോഗീന്ദ്രന്മാർക്ക്, യോഗിശ്രേഷ്ഠന്മാർക്ക്. ഓരോ 3 കാറ്റഗറി ഇവിടെ പറയാണ്. യോഗീന്ദ്രന്മാരായിട്ടുള്ളവർക്കും, അതായത് ഭഗവാനുമായിട്ട് സായുജ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന സാധകന്മാരാണ് യോഗീന്ദ്രന്മാർ. ബാക്കിയുള്ളവരൊന്നും ആ രീതി വരുന്നവരല്ല. അവർക്ക് പോലും ത്വദംഗേഷു അധിക സുമധുരം. ഭഗവാന്റെ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും മധുരമാണ് ഈ പാദം. അതാണ് മുക്തിഭാജാം നിവാസോ. മുക്തിഭാജാം, അതായത് മുക്തി നേടിയവർ, അതായത് ഈ ലൗകിക സംഘങ്ങളെല്ലാം വിട്ടവരാണ്. അല്ല മരിച്ചു പോയിട്ടുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ ഈ ലൗകിക ബന്ധങ്ങളെല്ലാം വിട്ടവരെയാണ് മുക്തിഭാജാം എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ടും വൈകുണ്ഠത്തിൽ പോയി ഭഗവാനായിട്ട് സായുജ്യം നേടുന്നവരുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഗീതയിൽ ഭഗവാൻ പറയുമല്ലോ, ഇഹൈവത്തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ഇത്രയും ജീവൻ മുക്തന്മാരെ ഉദ്ദേശിക്കുന്നത്. അവര് ബ്രഹ്മത്തിൽ തന്നെയാണ്. ഇഹൈവത്തൈർജിത സർഗോ, അവരിവിടെ വെച്ച് തന്നെ സൃഷ്ടിയെ ജയിച്ചു കഴിഞ്ഞു. പിന്നെ അവർക്ക് ലൗകിക ബന്ധങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ്? മുക്തിഭാജാം നിവാസ. ആരായാലും ഭഗവാന്റെ ഈ പാദത്തെ ആശ്രയിച്ചേ പറ്റൂ. യോഗിശ്രേഷ്ഠന്മാരായാലും മുക്തി നേടിയവരായാലും പിന്നെ നമ്മളെ പോലുള്ള ഭക്താത്മാരുണ്ട്, സാധാരണ ഭക്തന്മാര്, പ്രാകൃത ഭക്തന്മാരാണ്. അതായത് എന്ത് ചെയ്യാണ്? കാമവർഷദ്യുതരുകിസലയം. കാമവർഷം നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ കാമങ്ങളെയും വർഷിക്കുന്ന ദ്യുതരുകിസലയം. ദ്യുതരു എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം. അതിന്റെ കിസലയം തളിരെന്ന് വെച്ചാൽ എല്ലാം തരുന്ന ആ മനോഹാരിത കാണിക്കാനാണ് കിസലയം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവന്റെ പാദത്തിന് ഭംഗി വേണ്ടേ? അതിനാണ് കിസലയം നാദതേ പാദമൂലം. അതെന്തു വേണം? നിത്യം ചിത്തസ്ഥിതം മേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഭഗവാന്റെ ആ പാദകമലം എന്നും എന്റെ മനസ്സിൽ നിൽക്കണേ. പാദകമലം നിത്യം. അതെപ്പോഴും അതെങ്കിലും ആവശ്യത്തിന് ഗുരുവായൂർ പോകുമ്പോൾ മാത്രം നിന്നാ പോരാ. സർവസമയവും സദാ തദ്ഭാവഭാവിത എന്ന് ഗീത പറയും. എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അല്ലാതെ നമ്മൾ പറയാറുണ്ടല്ലോ, മരിക്കുന്ന സമയത്ത് ഭഗവാനെ ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് മോക്ഷം കിട്ടുമെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഗീത അത് പറയുന്നുണ്ട്. യം യം വാവിസ്മരൻ ഭാവം തജത്യന്തേ കളേബരം എന്നൊക്കെ പറയും. യം യം വാവിസ്മരൻ ഭാവം തജത്യന്തേ കളേബരം തമേ തന്തം. അത് തന്നെ എത്തിച്ചേരും. ഏത് ഭാവത്തിലാണോ നമ്മൾ ഇവിടുന്ന് വിട്ടുപോകുന്നത് ആ ഭാവത്തിൽ തന്നെ. പക്ഷെ അവിടെ അവസാനം പറയും സദാ തദ്ഭാവഭാവിത. ജീവിതകാലത്ത് മുഴുവൻ ഏത് ഭാവത്തിൽ ഓർത്തിരുന്നോ അത് തന്നെ ആയിരിക്കും നമ്മൾ മരണത്തിൽ ഓർക്കുന്നത് എന്ന സമയത്തും. ഇപ്പോഴത് ആലോചിച്ചുകൊണ്ട് നമ്മൾ പോകും. പണത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും പണത്തെ ആലോചിച്ച് മരിച്ചു പോകും. പിന്നെ വീണ്ടും ജന്മം കിട്ടും. പക്ഷെ ഭഗവാനെ ആർത്തുകൊണ്ട് വന്നാൽ നമുക്ക് അല്ലെ ഇവിടുന്ന്
രക്ഷപ്പെടാം. നമ്മുടെ സമയം തീർന്നതാണ്, ഞാൻ കുറച്ചും കൂടെ വേഗത്തിൽ പോണത്. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ. കുറെ വിളികൾ കണ്ടോ, കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപാൻ. എന്റെ എല്ലാവിധ ദുഃഖങ്ങളും ഹൃത്വ ഇല്ലാതാക്കിയിട്ട് പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി. അതിരി വാതരോഗം മാറാൻ വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്, എനിക്ക് ആ പരമാനന്ദം ലഭിക്കണേ, സച്ചിദാനന്ദ സ്വരൂപമായി ഞാൻ മാറണേ എന്നുള്ള പ്രാർത്ഥനയാണ്. വാതരോഗം മാറണമെന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും അവസാനം കൊണ്ടുവന്നോട്ട് പറയുന്നത് ഹൃത്വാ നിശേഷതാപാൻ. എല്ലാ താപങ്ങളും ഞാൻ എൻ്റെ മാറ്റി തന്നിട്ട് എന്ത് ചെയ്യണം, പ്രതിശതു നൽകുമാറാകട്ടെ പരമാനന്ദ സന്തോഷലക്ഷ്മി. ആ പരമാനന്ദത്തിന്റെ പ്രവാഹം, ഐശ്വര്യം, ലക്ഷ്മിയും അതിലാണ് ശരിക്കും ലക്ഷ്മി ഇരിക്കുന്നത്. ആ ആത്മാനന്ദത്തിൽ എന്നെ മുഴുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ. മുക്തി നേടിയവരെക്കെല്ലാം വാസസ്ഥലമായിരിക്കുന്നതും ഭക്താനാം ഭക്തന്മാർക്ക് കാമവർഷദ്യുതരു വിശലയമായിരിക്കുന്നതും. എന്ത് കാമങ്ങളും ഭഗവാന്റെ പോയി ചേർത്താൽ ആ ഭക്തന്റെ ആ ഒരു ഭക്തി ഉണ്ടെങ്കിൽ, ഏകാന്ത ഭക്തി, അതിനാണ് അനന്യചേതസ് എന്ന് പറയുന്നത്. അനന്യചേതാ സതതം യോമാം സ്മരതി നിത്യചക തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന എന്നൊക്കെ ഭഗവാൻ പറയും. അങ്ങനെ ആ ഏകാന്ത ഭക്തന്മാർക്ക് ഞാൻ എപ്പോഴും സുലഭനാണ്. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുക ഗീതയെ. അവരുടെ എല്ലാം യോഗവും ക്ഷേമവും ഞാൻ തന്നെ നോക്കിക്കൊള്ളും. പക്ഷെ ഒറ്റയൊരു കണ്ടീഷൻ, അനന്യാ ചിന്തയന്തോ മാം, വേറൊന്നിലോട്ടും പോകാത്ത ആ ഏകാന്ത യോഗികളായിട്ട് എന്നെ ആരാശ്രയിക്കുന്നോ, ഏതൊരു ഭക്തൻ ആശ്രയിച്ചാലും ആ ഭക്തൻ അമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ ഉറപ്പ് കൊടുക്കും ഭഗവത്ഗീതയെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിത്യം ചിത്തസ്ഥിതം മേ, ആ പാദ പങ്കജം എന്റെ മനസ്സിൽ എന്നും നിലനിൽക്കണേ. പവനപുരപതേ ഗുരുവായൂരപ്പ എന്നുള്ള വിളിയാ. കുറേ വിശേഷമുണ്ട്. പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീം. ഇതോടുകൂടി ആ കേശാദിപാദം തീർന്നു. ഇനി അതിനെ കൺക്ലൂഡ് ചെയ്യാണ്. നാരായണീയത്തിലെ അവസാനത്തെ ശ്ലോകം ഈ കേശാദിപാദത്തിലെയും ആ ശ്ലോകം കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അജ്ഞാത്വാദേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ. ഞാൻ ഈ നാരായണീയൻ രചിച്ചു. 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതം വെറും 1000 ശ്ലോകങ്ങളാക്കി ഞാൻ ആക്കി. ഒരുപാട് തെറ്റുകൾ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ വിനയം പറയാണ്. അത് ഏതൊരു കവിക്കും വിനയമുണ്ട്. ഒന്നല്ലൊരി എഴുതിയിട്ട് അവസാനം ശങ്കരാചാര്യർ പറയും, അതായത് സൂര്യന് ഒരു വിളക്ക് കത്തിക്കുന്ന പോലെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അതിൽ പറയില്ലേ. സമുദ്രത്തിന് അതിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതുപോലെയാണ് ഭഗവാന്റെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഞാനിവിടെ പലതും ചെയ്തു വെച്ചു. അതിലൊക്കെ അബദ്ധങ്ങളും സ്ഖലിതങ്ങളും ഒക്കെ വന്നു പോകാം. അതാണ് അജ്ഞാത്വാ തേ മഹത്വം. അങ്ങയുടെ മഹത്വം ഒന്നും മനസ്സിലാക്കാതെ യതിഹ നിഗദിതം, ഇവിടെ എന്തൊക്കെയാണോ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലയോ വിശ്വനാഥ അതെല്ലാം ക്ഷമിക്കണമേ. ഇതാണ് നമ്മുടെ ഭാവന. അഹന്ത അല്ലെങ്കിൽ നാരായണീയം എന്ന വിശോദ്ധരമായ സ്തോത്രഗ്രന്ഥം എഴുതിയിട്ട് ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ ഭട്ടതിരിക്ക് ഇച്ചിരി ഉണ്ടായിരുന്നു. ഭക്തി വിഭക്തി എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ. ഭട്ടതിരിക്ക് ഇച്ചിരി ഗർവമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൂന്താനത്തിന്റെ ഒക്കെ പറഞ്ഞത് മറ്റു വല്ലവരെയും കാട്ടിക്കൊള്ളുക ഭാഷാ ശ്ലോകം എന്ന് പറഞ്ഞു. പൂന്താനം തന്റെ ജ്ഞാനപ്പാനയായിട്ട് ഇവിടെ ചെന്നു. ഉണ്ടൊരു കൃതി അല്ലാ വികൃതി എന്റേതായി ചൊല്ലഴും അങ്ങുന്നതിൻ പിഴക തീർത്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പൂന്താനം അടുത്ത് കൂടി. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ആ ഗർവ്, പാണ്ഡിത്യ ഗർവ്, എന്നിട്ട് പറയാണ് മറ്റു വല്ലവരെയും കാട്ടിക്കൊള്ളുക ഭാഷാ ശ്ലോകം. അതിന് ഭഗവാൻ ശിക്ഷയും കൊടുക്കുമല്ലോ. ആ ഭാഷാകവിയുടെ സങ്കടം തീർക്കുകിനി തൽഭക്തിയല്ല എന്താണ് അതിന്റെ അല്ലാതില്ല മരുന്നീ രോഗം മാറാൻ എന്ന് പറയും. തരിയിടുക. ആ പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം. കേളിയേറിന മേൽപ്പത്തൂരിൻ വിഭക്തിയെക്കാളിക പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് ഗുരുവായൂരപ്പൻ ഭട്ടതിരിയുടെ മുമ്പിൽ തന്നെ പറയും. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വിനയത്തിൽ പറയുന്നത് അജ്ഞാത്വാദേ മഹത്വം, അങ്ങയുടെ ഈ മഹത്വം ഒന്നും അറിയാതെ ഞാനിവിടെ എഴുതി വെച്ചതെല്ലാം അങ്ങ് ക്ഷമിക്കണേ വിശ്വനാഥ ക്ഷമേത. സ്തോത്രം ചെയ്ത സഹസ്രോത്തരം അധികതരം ത്വത്പ്രസാദായ ഭൂയാത്. ഈ 1000-ലധികം സ്തോത്രം 1000 ഉള്ള ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മാറട്ടെ
അതുകൊണ്ടാണ് ഈ നാരായണം നമ്മളും ചൊല്ലി നടക്കുന്നത്. ഇപ്പൊ നാരായണീയം നമ്മുടെ ഈ സത്രസമിതിക്കാരുള്ളത് കൊണ്ട് എത്രയോ ആൾക്കാർ ഈ നാരായണീയം ചൊല്ലി നടക്കുന്നു. പണ്ടത്തെ പോലല്ല, അഭൂതപൂർവമായ ഒരു മുന്നേറ്റമാണ്. എവിടെ ഈ നാരായണസ്വാമിയൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നത് വളരെയധികം പ്രശംസനീയമാണ്. എത്രയോ നാരായണീയ സമിതികളെ ഉണ്ടാക്കി, അവരെല്ലാം നാരായണീയം പഠിക്കുകയാണ്. അതാണ് ഇവിടെ ഭട്ടതിരി പറയുന്നത്, സഹസ്രോത്തരം അധികതരം തത്പ്രസാദായ ഭൂയാത്. ഈ നാരായണീയം എന്ന ഈ സ്തോത്രം ഈ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെടട്ടെ. ദ്വേതാനാരായണീയം, ഇത് രണ്ടു തരത്തിൽ നാരായണീയമാണ്. ഒന്ന് നാരായണനെ പറ്റി എഴുതിയിരിക്കുന്ന, ഭഗവാനെ പറ്റി എഴുതിയിരിക്കുന്ന, നാരായണനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ പറ്റി എഴുതിയിരിക്കുന്നത് കൊണ്ടും, ഈ നാരായണനായ ഞാൻ എഴുതിയത് കൊണ്ടും, നാരായണ ഭട്ടതിരിയാണല്ലോ ആ എഴുതിയത് കൊണ്ടും, ദ്വേതാ ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന. ശ്രുതിഷു വേദങ്ങളിലൊക്കെ ഭഗവാൻ അവതാരങ്ങളെ കൊണ്ട്, ജനുസുകളെ കൊണ്ട് വർണ്ണിക്കപ്പെടേണ്ടവനാണെന്ന് പറഞ്ഞത് കൊണ്ട് വേദങ്ങളിൽ പറയുന്നുണ്ട്, ഭഗവാൻ അവതാരങ്ങളെ കൊണ്ട് വർണ്ണിക്കപ്പെടേണ്ടവനാണ്. അല്ലാതെ ഇത് നിഷ്കള ബ്രഹ്മത്തിൽ വർണ്ണിക്കണമെന്നല്ല, അവതാരങ്ങളെ കൊണ്ട് ഭഗവാനെ വർണ്ണിക്കണമെന്ന് വേദങ്ങളിൽ പറഞ്ഞത് കൊണ്ട് സ്ഥിതം ലീലാവതാരേരിതമിക ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ഈ ഭഗവാന്റെ ലീലാവതാരങ്ങളൊക്കെ നിറച്ചു വെച്ചിരിക്കുന്ന ഈ സ്തോത്രം എനിക്ക് ആയുരാരോഗ്യം ഉണ്ടാക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭട്ടതിരിയുടെ ഈ കേശാദിപാദവും നാരായണീയവും ഇവിടെ സമർപ്പിക്കുകയാണ്. ഈ ഒരു സുദിനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരുമായിട്ട് വരുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ നിന്ന് പറയാൻ കഴിഞ്ഞത് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കുറച്ച് സമയമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത് വളരെ വിശദമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ 1 മണിക്കൂർക്ക് പ്രഭാഷണം ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ വേണമെന്നാണ് നാരായണസ്വാമിയൊക്കെ പറഞ്ഞതും. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ ചുരുക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ചുരുങ്ങിയ സമയം കൊണ്ട് 1 മണിക്കൂറിനകത്ത് നിർത്തിക്കൊണ്ട് വളരെ ഗഹനമായ നാരായണീയ സ്തോത്രകാവ്യം, അത് വളരെ ലളിതമായിട്ട് ഭഗവാന്റെ കേശാദിപാദ വർണ്ണന നമുക്ക് സമർപ്പിച്ച ആ ഒരു ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മൾ ആവോളം ആസ്വദിക്കുന്ന രീതിയിൽ വളരെ ഹൃദ്യമായിട്ട് സരളമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആദരനായ ശ്രീ കെ ജയചന്ദ്ര ബാബു കൊല്ലം അവർക്ക് സത്ര സമിതിയുടെയും ഇതിൽ പങ്കെടുത്ത ഭക്തജനങ്ങളുടെയും അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം സത്രസമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. കൂടാതെ നമ്മുടെ സത്രസമിതിയുടെ പ്രസിദ്ധീകരണമായ ഭാഗവതപ്രിയ മാസികയുടെ പത്രാധിപ സമിതി അംഗവും അതിൻ്റെ പ്രൂഫും എല്ലാം നോക്കി എല്ലാം കറക്റ്റായിട്ട് എല്ലാ മാസവും അതിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് അദ്ദേഹം. നേരത്തെ പ്രസിഡന്റ് ശ്രീകുമാർ സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആ കിട്ടുന്ന ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ധാരാളം ഈ ആധ്യാത്മിക ക്ലാസ്സുകൾ, രാമായണവും ഭാഗവതവും നാരായണീയവും ഭഗവത്ഗീതയും ഒക്കെ കൊല്ലത്തും പരിസരത്തുമൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ഈ കിട്ടുന്ന സമയത്ത് ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആയിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് ധാരാളം ക്ലാസ്സുകളൊക്കെ ഒരുപാട് പേരെ ഈ ആധ്യാത്മിക രംഗത്തേക്ക് കൊണ്ടുവരത്തക്കവണ്ണം ക്ലാസ്സുകളൊക്കെ എടുത്ത് ആ ഒരു സേവന തൽപരനായിട്ട് ഒന്നും ഇച്ഛിക്കാതെ ഒരു ഭഗവത് സമർപ്പണമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നമുക്കെല്ലാം നേരാം. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസത്തെ പ്രഭാഷണം എല്ലാവരും നേരത്തെ അറിയിക്കുന്നതാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സത്രസമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജയചന്ദ്ര